Good morning. How are you? Are you fine? Okay. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? എടുത്തോ? അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് സയൻസിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്? അബൌട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ? അതിന്റെ ബാലൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. എല്ലാം റെഡി അല്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 81 അബൌട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മള് പൂക്കുന്ന ചെടികളെ കുറിച്ച് പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തായിരുന്നു അല്ലേ? എത്ര ടൈപ്പ് ഉണ്ട് പ്ലാന്റിനെ, നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു, എങ്ങനെയായിരുന്നു? എങ്ങനെയാ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കൈൻഡ് ഓഫ് സ്റ്റെം ഇല്ലേ? അതിന്റെ ആ സൈസിനും ആ സ്റ്റെമ്മിന്റെ സൈസിനും കൈൻഡിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്താ പ്ലാന്റിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് എന്നില്ലേ? എന്താ ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളും മരങ്ങൾ. അപ്പൊ ഈ ഒരു രീതിയിൽ മൂന്നായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഇപ്പൊ ഹെർബ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഔഷധ സസ്യങ്ങൾ അല്ലേ? എന്താ? ദീസ് ആർ സ്മാൾ പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് ഗ്രീൻ സ്റ്റെം ഇല്ലേ? പച്ച തണ്ടോട് കൂടിയ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ സസ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞത്, ഹെർബ്സ് എന്ന് വിളിച്ചത്. ഓക്കെ, വിച്ച് മേ ഓർ മേ നോട്ട് ഹാവ് മെനി ബ്രാഞ്ചസ് ഇല്ല. അവർക്ക് എന്താ ചിലപ്പം ചില്ലകളുടെ കൂടുതൽ കാണില്ലെങ്കിൽ ചില കാണില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു ചെറിയ പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹെർബ്സ് എന്ന് വിളിച്ചത്. അതിനുശേഷം നമ്മൾ എന്താണ് ഷ്രബ്സ് എന്ന് നോക്കിയില്ലേ? കുറ്റിച്ചെടികൾ എന്തായിരുന്നു? ഷ്രബ്സ് ആർ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ ഗ്രോ അപ് ടു 8 or 9 feet. 8 or 9 അടി വളരുന്ന ഒരു മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഷ്രബ്സ്, കുറ്റിച്ചെടികൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? ട്രീസ്, മരങ്ങൾ. എങ്ങനെയുള്ളതായിരുന്നു? ദീസ് ആർ ടോൾ പെrennial plants with a thick hard woody stem called trunk. ഇപ്പൊ എന്താണ്? നല്ല കട്ടിയുള്ള അല്ലേ, പുറംതൊലിയോട് കൂടിയ നല്ല ഉയരമുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ട്രീസ് എന്ന് വിളിച്ചത്. അപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: ഷ്രബ്സ്, ഹെർബ്സ്, ട്രീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലായിരുന്നോ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പാർട്സ് ഓഫ് പ്ലാന്റ് പഠിച്ചു ഇല്ലേ? പ്ലാന്റിന്റെ ഒരു സസ്യത്തിന്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. എ പ്ലാന്റ് ഹാസ് 2 parts. ഒരു സസ്യത്തിന് നമ്മൾ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? എബവ് ദ ഗ്രൗണ്ട് ഇല്ലേ? ഗ്രൗണ്ടിന് മുകളിലോട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ പാർട്ട് അത് ഏതൊക്കെയാണ്? സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ ഷൂട്ട്, റൂട്ട്, പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ ഷൂട്ടെന്നും റൂട്ടെന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഗ്രൗണ്ടിന് മുകളിലുള്ള പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ ഷൂട്ടെന്നും വിളിച്ചു. ഗ്രൗണ്ടിന് താഴെയുള്ള നമ്മുടെ പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ റൂട്ടെന്നും വിളിച്ചു. ഓക്കെ, ഷൂട്ടിൽ എന്തൊക്കെ വരും? സ്റ്റെം വരും, ലീവ്സ് വരും, അതുപോലെ തന്നെ ഫ്രൂട്ട്, ഫ്ലവർ, ഇതെല്ലാം എന്താ ഷൂട്ടിൽ വരുന്നതാണ് അല്ലേ? പ്ലാന്റിന്റെ ഗ്രൗണ്ടിന് മുകളിലുള്ള പാർട്ടാണ് ഇതെല്ലാം. പ്ലാന്റിന്റെ ഗ്രൗണ്ടിന് താഴെയുള്ള വരുന്ന പാർട്ടിനെ നമ്മൾ റൂട്ടെന്ന് വിളിച്ചു, വേരുകൾ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് റൂട്ട്, അതുപോലെ തന്നെ പ്ലാന്റിന്റെ ഓരോ പാർട്ടിനെയും കുറിച്ച് പഠിച്ചു. റൂട്ട് എന്താണ്? റൂട്ടിന്റെ പലതരത്തിലുള്ള ഫങ്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്ന റൂട്ടാണ്, മണ്ണൊലിപ്പ് തടയുന്നു അല്ലേ? നമ്മുടെ സോയിലിന് കിട്ടുന്ന വാട്ടർ, മിനറൽസ് ഇതെല്ലാം സസ്യങ്ങളുടെ വിവിധ പാർട്സിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഈ ജോലികളെല്ലാം ചെയ്യുന്നത് ആരാണ്? റൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ റൂട്ട് എന്താന്ന് പഠിച്ചു, റൂട്ടിന്റെ ഫങ്ഷൻസ് പഠിച്ചു, പിന്നെ ടൈപ്പ് ഓഫ് റൂട്ട് എന്താന്ന് പഠിച്ചു ഇല്ലേ? ഫൈബറസ് റൂട്ട് ഉണ്ട്, ടാപ്പ് റൂട്ട് ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ റൂട്ടിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തു. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? സം റൂട്ട്സ് സ്റ്റോർ ഫുഡ് ഇല്ലേ? ചില റൂട്ടിൽ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യം പറഞ്ഞു. ക്യാരറ്റ്, അതൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ പറഞ്ഞത്? സം റൂട്ട് പ്രൊവൈഡ് എക്സ്ട്രാ സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെടിയുടെ മണി പ്ലാന്റിന്റെ ഒക്കെ കാര്യം പറഞ്ഞു അല്ലേ? മണി പ്ലാന്റിനൊക്കെ എന്താണ്? ഭിത്തിയിലൊക്കെ ഇങ്ങനെ പടർന്നു കയറാൻ അതിന് കുറച്ചധികം എക്സ്ട്രാ റൂട്ട്സ് ഒക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ അവയെ എന്തെങ്കിലും പടർന്നു കയറി വളരാനായിട്ട് സഹായിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സ്റ്റെം പഠിച്ചു അല്ലേ? ഒരു സ്റ്റെമ്മിന്റെ പല പാർട്ട് നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? പാർട്ട് നോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റെമ്മിന് ഇന്റർനോഡ് ഉണ്ട്, ആക്സിലറി ബഡ്സ് ഉണ്ട്, അപ്പിക്കൽ ബഡ്സ് ഉണ്ട് അല്ലേ? ഫ്ലോറൽ ബഡ്സ് ഉണ്ട്, ആക്സിൽ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു സ്റ്റെമ്മിന് പല പാർട്സ് നമ്മളിവിടെ വരച്ചിട്ട് പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ സ്റ്റെം എന്താണ്, സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണ് ഒക്കെ നമ്മൾ പഠിച്ചു. ഫംഗ്ഷൻ എന്തായിരുന്നു സ്റ്റെമ്മിന്റെ? സ്റ്റെം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഒരു ചെടിയിലെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ സ്റ്റെം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്ലാന്റിന്റെ വേറൊരു പാർട്ടാണ് എന്ത്? ലീഫ് എന്ന് പറയുന്നത് അല്ലേ?
പ്ലാന്റിന്റെ മറ്റൊരു പാർട്ടാണ് ലീഫ്, ഇലകൾ. അപ്പൊ ഇലകൾ കാണാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമുക്ക് എല്ലാവരും പല സസ്യങ്ങളുടെയും പലതരത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ചെടിയുടെയും ഇല ഒരേപോലെ ഇരിക്കുവാണോ? ഇപ്പൊ വാഴയുടെ ഇല നോക്കാം അല്ലേ, നീണ്ട് പരന്നിങ്ങനെ ഇരിക്കുന്നു. തെങ്ങിന്റെ ആവട്ടെ ഓല, അതെങ്ങനെ ഇരിക്കുക? വാഴയിലൊക്കെ ഇരിക്കുവാണോ? അല്ല. പുളി കണ്ടിട്ടില്ലേ? പുളിയുടെ ഇല നമ്മൾ നോക്കിയാൽ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുവാണോ? അല്ല. ഓരോ ചെടിയുടെയും ഇല എന്താണ്? വ്യത്യാസമായിരിക്കും. റോസാ ചെടി നോക്കുമ്പോൾ എന്താണ്? അരികത്തിങ്ങനെ മുള്ളു പോലെ ഇരിക്കുന്ന ഒരു ഇലയായിരിക്കും അല്ലേ? അപ്പൊ ഓരോ ചെടിയുടെ ഇല എന്താണ്? പലതരത്തിലുള്ള ഇലയാണ്. ആ ഇല നോക്കി നമുക്ക് അത് ഏതാ ചെടിയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ വാഴ ഇല കാണുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ അത് വാഴയുടെ ഇലയാന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? അപ്പൊ ഓരോ ഇല ചെടിയുടെ ഓരോ പ്ലാന്റിന്റെ ലീഫ് നോക്കിയിട്ട് നമുക്ക് എന്താണ് അത് ഏത് പ്ലാന്റാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത പ്ലാന്റിന്റെ നെക്സ്റ്റ് പാർട്ടാണ് ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ലീഫിനെ കുറിച്ചും ലീഫിന്റെ പാർട്സിനെ കുറിച്ചും ലീഫിന്റെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. എല്ലാം റെഡി അല്ലേ? നോക്കിക്കേ. Some leaves, grass, bamboo are narrow. Some are oval, lemon. Some circular, water lily, and some oblong, banana. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ചെടിയുടെയും ഇല ഒരുപോലല്ല കാണപ്പെടുന്നത് അല്ലേ? ഗ്രാസ്, ബാമ്പു അല്ലേ, മുളയുടെയും പുല്ലിന്റെ ഒക്കെ ഇല എടുത്ത് എങ്ങനെയായിരുന്നു? നല്ല നീണ്ടിങ്ങനെ ഒരു ഒരു നാരോ ഒരു ഇടുങ്ങിയ ഇങ്ങനെ നീണ്ടിരിക്കുന്നതായിരിക്കും. പുല്ലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇല്ലേ? വണ്ണം കുറഞ്ഞിട്ട് നീണ്ടിരിക്കുന്ന ഒരു ഇടുങ്ങിയ രീതിയിലുള്ള ഇലയായിരിക്കും ഗ്രാസിനും ബാമ്പുവിനൊക്കെ തുടങ്ങിയ സസ്യങ്ങൾക്കുള്ളത്. സം ആർ ഓവൽ, സം സർക്കുലർ ഇല്ലേ? ചിലത് എന്താണ്? നാരങ്ങയുടെ ഒക്കെ ഇല കണ്ടാൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പാണ് അതിനുള്ളത്. അതുപോലെ തന്നെ സം സർക്കുലർ, നമ്മൾ വെള്ളത്തിലെ വാട്ടർ ലില്ലി, അമ്പല താമരയൊക്കെ എടുത്ത് നോക്കാമെങ്കിൽ അതിന് റൗണ്ട് ആയിട്ടുള്ള ഇലയായിരിക്കും. സം ഒബ്ലോങ്, ചിലതെന്താ? ദീർഘവൃത്താകൃതിയിലുള്ളതായിരിക്കും. വാഴയുടെ ഇല നമുക്കറിയാം, വാഴയില അറിയാം അല്ലേ? നല്ല പരന്ന് ഇങ്ങനെ ഇരിക്കുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളായിരിക്കും. Some have a tapering tip people, some have serrated like a saw, edges, neem, china rose and so on. In fact, you can recognize a plant by its leaves. ഒരു ചെടിയുടെ ഇല നോക്കിയിട്ട് നമുക്ക് ആ പ്ലാന്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ പുളിയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ ഇല കാണുമ്പോഴേ നമ്മൾ പറയില്ലേ ഇതെന്താ പുളിമരത്തിന്റെ ഇലയാണെന്ന് പറയും. അപ്പൊ പല ഇലകൾക്കും പല ഷേപ്പാണ്. അതുപോലെ റൗണ്ടിലുള്ള ഓവൽ ഷേപ്പിലുള്ള ഇലകളുണ്ട്, റൗണ്ട് ഷേപ്പിലുള്ള ഇലകളുണ്ട് അല്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള ഷേപ്പിലുള്ള ഇലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പാർട്സ് ഓഫ് എ ലീഫ്, ഒരു ലീഫിന്റെ പല പാർട്സുകളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ. The leaves of different plant may look different, but most leaves have a few things in common. പല ഇലകളും കാണാൻ വ്യത്യസ്തമായിരിക്കും, പക്ഷെ ഇവയ്ക്ക് എല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. They have a flat green leaf blade or lamina. ഇവയ്ക്കെല്ലാം എന്തുണ്ട്? ഒരു ഫ്ലാറ്റ് ഗ്രീൻ ലീഫ് ബ്ലേഡ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലാമിന എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ലാമിന. അപ്പം ഇലയുടെ ഒരു പാർട്സ് ആണ് എന്ത്? ലാമിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാ ഇലകളും കാണാൻ വ്യത്യാസമാണെങ്കിലും അല്ലേ, പല ഇലകൾക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ലാമിന എന്ന് പറയുന്ന പാർട്സ്. ഇലകൾക്ക് എന്തുണ്ടെന്ന് പറയുന്നു? ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രീൻ ലീഫ് ബ്ലേഡ് ഉണ്ടെന്ന് പറയുന്നു ഇല്ലേ? ഒരു ഇലയുടെ ഇങ്ങനെ ഒരു കുത്ത അണ്ടാറ്റം. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലാമിന എന്ന് വിളിക്കുന്നു. Next, they also have a stalk or petiole and a point of attachment to the stem called the leaf base. ഇപ്പൊ അടുത്ത എന്തുണ്ട്? petiole ഉണ്ട്. പിന്നെ നമ്മൾ വേറെ പാർട്സ് ഏതാ പറഞ്ഞ? ഒരു ലീഫ് ബേസ് ഉണ്ട്. അതായത് ഒരു ഇല നമുക്ക് എടുക്കാതെ അറിയാം. they have a stalk or petiole. അപ്പൊ ആ ഇലയ്ക്ക് ഒരു തണ്ട് കാണില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഇലയാണെങ്കിൽ ഇല്ലേ അതിനൊരു തണ്ട് കാണും. അപ്പം ഒരു പെറ്റിയോളും ഉണ്ട്, അതുപോലെ തന്നെ ലീഫ് ബേസും ഉണ്ട്. അതിനൊരു ആ ഇലയുടെ ഒരു അഗ്രഭാഗവും ഉണ്ട്. അപ്പം ഇലയുടെ ആ ഒരു അടിഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയുന്നു? പെറ്റിയോൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ ആ ഒരു പെറ്റിയോൾ ഉണ്ട്. ആൻഡ് എ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ടു ദ സ്റ്റെം കാൾഡ് ദ ലീഫ് ബേസ്. അപ്പൊ നമ്മുടെ ആ ഒരു സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ നമ്മൾ ലീഫ് ബേസ് എന്നും പറയുന്നു. ഓക്കെ, ഇലയുടെ ആ ഒരു എന്താണ്? ഇലയ്ക്ക് നമ്മളൊരു ഇല എടുത്ത് പറഞ്ഞാല് ഇലയ്ക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞ ഒരു പെറ്റിയോൾ ഉണ്ട്. അതായത് ഇലയ്ക്ക് ഒരു തണ്ട് കാണും, അത് പിന്നെന്താണ്? സ്റ്റെമ്മുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗവും കാണും. അപ്പൊ ലീഫ് ബേസും ഉണ്ട്, നമുക്ക് ലാമിന ഉണ്ട്, ലീഫ് ബേസ് ഉണ്ട്, പെറ്റിയോൾ ഉണ്ട്. ഓക്കെ, the petiole continues in the leaf as a midrib. അപ്പൊ ഈ പെറ്റിയോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ലീഫിന്റെ മിഡ്രിബ്, ആ ഒരു മധ്യസിരയായിട്ട് ഇലയിൽ തന്നെ ഇലഞ്ഞെട്ടിന്
എന്താ മധ്യസിരയായിട്ട് ഇലയിൽ തന്നെ തുടരുന്നതാണ് എന്തെന്ന് പറയുന്നത്. ഈ പെറ്റ്യൂള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇലയുടെ ഇലഞ്ഞെട്ടിന് മധ്യസിരയായിട്ട് ആ ഇലയിൽ തന്നെ തുടരുന്നു. ആര്? നമ്മുടെ അവിടെ എന്തുണ്ട്? മിഡ്രിബ് ഉണ്ട്. ആ ഇലയുടെ ഇങ്ങനെ നടുക്കൂടെ ഒരു ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ലേ, അതാണ് മിഡ്രിബ്. Okay, thin linear structures called veins arise from the petiole and the midrib. അപ്പോൾ ആ മിഡ്രിബിലും അതുപോലെ തന്നെ ആ പെറ്റ്യൂളിൽ നിന്നും ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തുടങ്ങുന്ന തിൻ ആയിട്ടുള്ള ലീനിയർ സ്ട്രക്ചറിനെ, ആ ഒരു രേഖീയ ഘടനയെ നമ്മൾ വിളിക്കുന്നതാണ് വെയിൻ അല്ലെങ്കിൽ സിരകളെന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നു? വെയിൻസ് അല്ലെങ്കിൽ സിരകളെന്ന് വിളിക്കുന്നു. ഓക്കെ, these run across the leaf in various directions. They provide support to the leaf and transport water, minerals and food on from the leaf. അപ്പോൾ എന്താണ് ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ ഒരു വെയിൻ ഉണ്ടല്ലോ, ആ വെയിൻ ഇലയിൽ തന്നെ പല ഡയറക്ഷനിലായിട്ടാണ് കാണപ്പെടുന്നത്. അത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഇലയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇലയിലേക്ക് വാട്ടറും അതുപോലെ തന്നെ മിനറൽസും ഇല ഉണ്ടാക്കുന്ന ഫുഡും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ വെയിൻസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പാർട്ട് ഓഫ് ലീഫ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇലയ്ക്ക് പല ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇലയ്ക്ക് പിന്നെ അരികുകൾ, അതിൻ്റെ അകത്ത് എന്താണ് കുറച്ച് എന്തുണ്ടെന്ന് പറഞ്ഞു? എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു ഫ്ലാറ്റ് ഗ്രീൻ ലീഫ് ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ലാമിന എന്ന് വിളിച്ചു. പിന്നെ ഇലയ്ക്ക് ഒരു ചെറിയ തണ്ട്, അതിനെ നമ്മൾ പെറ്റ്യൂൾ എന്ന് വിളിച്ചു അല്ലേ. എന്നിട്ട് എന്താണ് ഈ പെറ്റ്യൂളിന് ആ ഒരു സ്റ്റെമ്മിനോട് ചേർന്നിരിക്കുന്ന ആ ഇലയുടെ ആ ഭാഗത്തെ നമ്മൾ ലീഫ് ബേസ് എന്ന് വിളിച്ചു. പിന്നെ ഇലയ്ക്ക് എന്താ? മിഡ്രബ് ഉണ്ട്. ആ പെറ്റ്യൂൾ എന്ത് ചെയ്യുന്നു? മധ്യസിരയായിട്ട് ഇങ്ങനെ തുടരുന്നു, മിഡ്രബ്. അതിനുശേഷം ഇലയ്ക്ക് ചെറിയ തിൻ ലീനിയർ സ്ട്രക്ചർ ഉണ്ട്. ഒരു കട്ടി കുറഞ്ഞ നേരത്തെ രേഖീയ ഘടന പോലെ കാണപ്പെടുന്നു. ആ ഇലയിൽ പല ഡയറക്ഷനിൽ കാണപ്പെടുന്നു. അതിന് നമ്മൾ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ എന്ന് വിളിച്ചു. ഈ സിരകളാണ് ഇലയിലേക്ക് വാട്ടർ എത്തിക്കുന്നത്. ഇലയുടെ പല ഭാഗങ്ങളിലേക്ക് വാട്ടർ എത്തിക്കാനും മിനറൽസ് എത്തിക്കാനും ഫുഡ് എത്തിക്കാനും ഒക്കെ ഈ വെയിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വെനേഷൻ നോക്കിക്കേ. when the veins run parallel to each other as in grass, bamboo, banana, canna, palms and sugarcane, the leaf is said to have a parallel venation. ഇത് നമ്മൾ വെനേഷൻ അതിനകത്തുള്ള ഇലയ്ക്കകത്തുള്ള ആ ഒരു വായു സഞ്ചാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇലയ്ക്കകത്തുള്ള എന്തിനെ കുറിച്ച്? ആ ഒരു വായു സഞ്ചാരത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, venation. When the veins run parallel to each other as in grass, bamboo, banana, canna, palms and sugarcane, the leaf is said to have a parallel venation. ഇത് നമ്മൾ പറയുന്നു parallel venation. അപ്പോൾ എന്താ ഈ parallel venation എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞു പല ഇലകളും പല രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ ഗ്രാസ്, ബാംബു, ബനാന ഇല്ലേ, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കാന, പാം, ഷുഗർ കെയിൻ തുടങ്ങിയ സസ്യങ്ങളുടെ ഇല നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്? വെയിൻസ് ആൻഡ് പാരലൽ. അതിൻ്റെ അകത്തുള്ള സിരകൾ ഇങ്ങനെ സമാന്തരമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്, പരസ്പരം സമാന്തരമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിൽ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു വെനേഷനെയാണ് നമ്മൾ പാരലൽ വെനേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ എന്ത് വിളിക്കുന്നു? പാരലൽ വെനേഷൻ എന്ന് വിളിക്കുന്നു. സമാന്തര വായു സഞ്ചാരം, അതിൻ്റെ അകത്ത് എന്താന്ന് പറയാം? ആ ഇലകൾക്കകത്ത് സമാന്തര വായു സഞ്ചാരം പാരലൽ വെനേഷൻ ആണുള്ളതെന്ന് പറയാം. ഏതൊക്കെയാണ്? ഗ്രാസ്, ബാംബു, കാന, ഷുഗർ കെയിൻ ഇല്ലേ. ഈ ഇലയിലൊക്കെ എന്താണ്? പരസ്പരം ആ സിരകൾ വെയിൻസ് പാരലൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, സമാന്തരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഇലകൾക്കകത്ത് എങ്ങനെയുള്ള വായു സഞ്ചാരമായിരിക്കും? പാരലൽ വെനേഷൻ ആയിരിക്കും ഇല്ലേ, സമാന്തരമായിട്ടുള്ള വായു സഞ്ചാരമായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കേ. And when the veins from a network across the leaf as in people, China rose, mustard, cabbage, silk, cotton, lemon, neem, lychee and mango, the leaf is said to have a reticulate venation. ഇതാണ് reticulate venation. എന്താണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ? അത് നമ്മൾ പറഞ്ഞു ഗ്രാസ്, ബാംബു, ഷുഗർ കെയിൻ, ബനാന അങ്ങനെയുള്ള തുടങ്ങിയ ഇലകളിൽ വെയിൻസ് പാരലലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഇലകൾക്കകത്ത് പാരലൽ വെനേഷൻ ആയിരിക്കും, സമാന്തരമായിട്ടുള്ള വായു സഞ്ചാരമായിരിക്കും. ഇനി എന്താണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ചെടികളിൽ പീപ്പിൾ, ചൈന റോസ്, മാംഗോ, ലിച്ചി, ക്യാബേജ്, സിൽക്ക്, കോട്ടൺ തുടങ്ങിയ പ്ലാന്റ്സിന്റെ അകത്ത് ഇലകൾ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഈ തുടങ്ങിയ സസ്യങ്ങൾക്കകത്ത് ആ ഇലകൾക്കകത്ത് ഈ വെയിൻസ് എല്ലാം ഒരു ശൃംഖല പോലെ ഇല്ലേ
ഒരു ഇലകൾക്ക് കുറുകെയൊക്കെ ഇങ്ങനെ ഒരു ശൃംഖല പോലെ കാണപ്പെടുന്നു. അപ്പൊ അതിൻ്റെ അകത്തുള്ള വായു സഞ്ചാരം എങ്ങനെയായിരിക്കും? റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും അല്ലേ? റെറ്റിക്കുലേറ്റ് എന്ന് വെച്ചാൽ എന്താണ് നോക്കിക്കേ. റെറ്റിക്കുലം മീൻസ് എ നെറ്റ്വർക്ക് അല്ലെ? റെറ്റിക്കുലം എന്ന് വെച്ചാൽ എന്താ? ഒരു ശൃംഖല. അപ്പൊ വായു സഞ്ചാരം അതിൻ്റെ അകത്ത് ഒരു ശൃംഖല പോലെ കാണപ്പെടുന്നു. ഓക്കെ. ജനറലി പ്ലാന്റ്സ് ബെയറിംഗ് ബ്രോഡ് ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ഹാവ് ടാപ്പ് റൂട്ട്സ്. അപ്പൊ ഇങ്ങനെ ബ്രോഡ് ലീവ്സ് ആയിരിക്കും. പ്ലാന്റിന് കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ലീവ്സും അതുപോലെ തന്നെ ഈ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണെങ്കിൽ അതിന്റെ റൂട്ട്, ആ പ്ലാന്റിന്റെ റൂട്ട് എങ്ങനെയുള്ളതായിരിക്കും? ടാപ്പ് റൂട്ട് ആയിരിക്കും. എന്തായിരിക്കും? ടാപ്പ് റൂട്ട്. ഈ ടാപ്പ് റൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ഒരു പ്ലാന്റിന് ഇങ്ങനെ ബ്രോഡ് ആയിട്ടുള്ള ലീവ്സും അതുപോലെ തന്നെ അതിന് എന്താണെങ്കിൽ ഈ ഒരു റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് അതിൻ്റെ അകത്തുള്ളതെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും. ഓക്കെ. Next okay, and plant with a narrow leaves showing parallel venation have fibrous root. അപ്പം ഒരു നാരോ ലീവ്സ് ആണ്, അതുപോലെ തന്നെ അത് കാണിക്കുന്നത് പാരലൽ വെനേഷൻ ആണെങ്കിൽ ആ പ്ലാന്റ്സിന്റെ റൂട്ട് എങ്ങനെയുള്ള റൂട്ട് ആയിരിക്കും? ഫൈബറസ് റൂട്ട്. ഈ ഫൈബറസ് റൂട്ടും ടാപ്പ് റൂട്ടും ഒക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ടീച്ചർ അത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ടാപ്പ് റൂട്ടും ഫൈബറസ് റൂട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിന് കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ലീവ്സ്, കുറച്ച് പരന്ന ഇലകളും അതിന് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണ് അതിൻ്റെ അകത്തുള്ളതെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആണെന്ന് പറയും. കുറച്ച് നാരോ ലീവ്സും അതുപോലെ തന്നെ പാരലൽ വെനേഷനുള്ള സസ്യങ്ങൾക്ക് എന്ത് റൂട്ടായിരിക്കും? ഫൈബറസ് റൂട്ടും ആയിരിക്കും. ഓക്കെ. Thus you can tell whether a plant has a tap root or fiber root by just looking at its leaves. അപ്പോൾ ഒരു പ്ലാന്റിനെ കാണുമ്പോൾ അതിന്റെ വേര് ഇല്ലേ, അതിന്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആണോ ഫൈബറസ് റൂട്ട് ആണോ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇലകൾ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പ്ലാന്റിന്റെ വേര് എങ്ങനെയുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊരു ചെടി കാണുമ്പോൾ ഇല്ലേ അതിന്റെ വേര് ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലേ? പറ്റും. എങ്ങനെ പറ്റും? അതിന്റെ ഇലകൾ നമ്മൾ നോക്കണം. നമ്മളിപ്പോ പഠിച്ചതുപോലെ കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ലീവ്സും അതുപോലെ തന്നെ എന്താണ് റെറ്റിക്കുലേറ്റ് വെനേഷനും, എന്താ വായു സഞ്ചാരം ഈ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ ഒരു പ്ലാന്റിന്റെ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആയിരിക്കും. എങ്കിലും കുറച്ച് നാരോ ഇലകളുള്ള അല്ലേ, കുറച്ച് ഇടുങ്ങിയ ഇലകളും അതുപോലെ തന്നെ പാരലൽ വെനേഷൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫൈബറസ് റൂട്ട് ആയിരിക്കും. അപ്പം ഒരു പ്ലാന്റിന്റെ ലീവ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റൂട്ട് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്? പാർട്ട് ഓഫ് എ ലീഫ്, ഒരു ലീഫിന്റെ ഇലകള്. ഒരു ലീഫിന്റെ അകത്ത് ലാമിന ഉണ്ട്, എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ലാമിന ഉണ്ട്, അതുപോലെ തന്നെ പെറ്റിയോൾ ഉണ്ട്, ലീഫ് ബേസ് ഉണ്ട്, മിഡ്രബ് ഉണ്ട്, വെയിൻ ഉണ്ട്. ഇനി വെനേഷൻ നമ്മൾ പറഞ്ഞു ഇല്ലേ, ഒരു പ്ലാന്റിന്റെ വായു സഞ്ചാരത്തെ കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ആ വെയിൻ, ഇലകളിൽ കാണുന്ന ആ ഒരു സിരകള് വെയിൻ പാരലൽ ആയിട്ടാണ് ഒരു ഇലക്കകത്ത് പരസ്പരം പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ എങ്ങനത്തെ വായു സഞ്ചാരമായിരിക്കും? പാരലൽ വെനേഷൻ ആയിരിക്കും. എന്താണ്? സമാന്തര വായു സഞ്ചാരമായിരിക്കും. പക്ഷെ എന്നാല് ഈ വെയിൻസ് ഒരു ശൃംഖല പോലെ ഇലക്കകത്ത് ഇങ്ങനെ പല പല രീതിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ വായു സഞ്ചാരം എങ്ങനെയുള്ളതായിരിക്കും? റെറ്റിക്കുലേറ്റ് വെനേഷൻ, ഒരു ശൃംഖല പോലുള്ള വായു സഞ്ചാരമായിരിക്കും. അതായിട്ട് നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിന്റെ റൂട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് അതിന്റെ ലീഫ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. ഒരു ബ്രോഡ് ലീവ്സും അതുപോലെ തന്നെ എന്താണ് റെറ്റിക്കുലേറ്റ് വെനേഷനും ആണെങ്കിൽ ആ പ്ലാന്റിന്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും. നാരോ ലീവ്സും അതുപോലെ തന്നെ പാരലൽ വെനേഷനും ആണെങ്കിൽ അതിന്റെ റൂട്ട്സ് എന്തായിരിക്കും? ഫൈബറസ് റൂട്ടും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് എന്താണ്? സിമ്പിൾ ആൻഡ് compound leaves. നോക്കിക്കേ, the leaf blade of some leaves like neem, gulmohar, tamarind and chuchime is divided into leaflets. ഓക്കെ. അപ്പൊ എന്താണ്? നമ്മൾ കുറച്ച് ലീവ്സിനെ എന്ത് ചെയ്യുന്നു? അതിന്റെ ലീഫ് ബ്ലേഡിനെ നമ്മൾ ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നില്ല, അതിനെ ലഘുലേഖകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള എന്താണ് ലീവ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ലീവ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിക്കുന്നു. എന്താണ് കോമ്പൗണ്ട് ലീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലീവ്സിന്റെ ലീഫ് ബ്ലേഡിനെ നമ്മൾ അല്ലേ പല പല ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ അങ്ങനെയുള്ള ഇലകളാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിച്ചത്. ഒരു ലീഫിന്റെ ലീഫ് ബ്ലേഡിനെ ഇല്ലേ ചില ഇലകളെ, ചില സസ്യങ്ങളുടെ ഇലകളെ നമ്മൾ അതിന്റെ ലീഫ് ബ്ലേഡിനെ നമ്മൾ ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അത്തരത്തിലുള്ള ഇലകളെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ പറയാം? നീം പറഞ്ഞു, ഗുൽമോഹർ പറഞ്ഞു, ടാമറിൻ
കാണുന്നത് എല്ലാം എന്താണ് ഈ ഒരു കോമ്പൗണ്ട് ലീവ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, എ ലീഫ് ഈസ് സെഡ് ടു ബി സിമ്പിൾ. ഇനി എന്താണ് സിമ്പിൾ ലീവ്സ്? സിമ്പിൾ ലീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? On the other hand, when it has a single leaf blade, പക്ഷെ അതിന്റെ ആ ലീഫ് ബ്ലേഡ് ഒരൊറ്റ ലീഫ് ബ്ലേഡേ കാണൂ, അതിനെ നമ്മൾ പല ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഇലകളാണ് നമ്മൾ സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ലീവ്സും കോമ്പൗണ്ട് ലീവ്സ്. കോമ്പൗണ്ട് ലീവ്സ് എന്ന് വെച്ചാൽ ആ ലീഫിന്റെ ആ ഒരു ലീവ്സിന്റെ ആ ഒരു ലീഫ് ബ്ലേഡിനെ നമ്മൾ പല പല ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിച്ചത്. സിമ്പിൾ ലീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ആ ഒരു ലീഫ് ബ്ലേഡ് ഒരെണ്ണേ കാണും, അതിന് നമ്മൾ പല പല ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഇലകളാണ് നമ്മൾ സിമ്പിൾ ലീവ്സ് എന്നും പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കാമെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ദ ലീഫ്. ഒരു ലീഫിന്റെ ഫംഗ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? The main function of a leaf is to prepare food from water and carbon dioxide. ഇല്ലേ, എന്താണ് വാട്ടർ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഒരു ഇലയുടെ മെയിൻ ഫംഗ്ഷൻ. നമുക്കറിയാം ഇല്ലേ, ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും എന്താണ് കാർബൺ ഡയോക്സൈഡിന്റെയും ജലത്തിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ നിലകൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. Water and carbon dioxide undergo a chemical change to produce glucose. എന്താണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡും വാട്ടറും കെമിക്കൽ രാസമാറ്റത്തിന് വിധേയമായിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ക്ലോറോഫിൽ ദ ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ലീഫ്. നമുക്കറിയാം നമ്മുടെ ഇലകളിൽ ഹരിതകം അല്ലേ, ക്ലോറോഫിൽ ഉണ്ട്. Help this reaction by trapping sunlight which provide the energy required for the reaction. സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തിയിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ളതൊക്കെയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ക്ലോറോഫിൽ ചെയ്യുന്നത്. ക്ലോറോഫിൽ നമ്മുടെ ഈ ഒരു എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് ദ ലീഫ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ലീഫ് ഈസ് ടു പ്രിപ്പയർ ഫുഡ് ഫ്രം വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. വാട്ടറും കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ, ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. അപ്പം കാർബൺ ഡയോക്സൈഡ് വാട്ടറും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ ഉണ്ടാവുന്നു? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഓക്കെ, the glucose produced in the process of photosynthesis is stored in leaf as starch. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസിന്തസിസിന്റെ സിന്തസിസിലൂടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇലകളിൽ എന്തായിട്ട് സൂക്ഷിക്കുന്നു? ഇലകളിൽ അത് സ്റ്റാർച്ച് ആയിട്ട് അന്നജമായിട്ട് സൂക്ഷിക്കുന്നു. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? ഗ്ലൂക്കോസ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെ നമ്മൾ ഗ്ലൂക്കോസ് ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോസ് അതിന്റെ ഇലകളിൽ സ്റ്റാർച്ച് ആയിട്ട് അത് സൂക്ഷിക്കുന്നു ഇല്ലേ, അന്നജമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇലയുടെ മെയിൻ ഫംഗ്ഷൻ, ഒരു ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? The main function of a leaf is to prepare food from water and carbon dioxide. നമ്മൾ നോക്കുന്നത് as we have already discussed in chapter 7, gases enter and leave a plant through the stomata present on its leaf. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഇല്ലേ, എന്താണ് ഒരു ഇലയിൽ ഗ്യാസ് എൻ്റർ ചെയ്യുന്നത് ഏതിലൂടെയാണ്? സ്റ്റൊമാറ്റ ഇല്ലേ, സ്റ്റൊമാറ്റയിലൂടെയാണ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് കയറുന്നത് എന്തിലൂടെയാണ്? ഇലകളിലുള്ള സ്റ്റൊമാറ്റ വഴിയാണ് ഇലക്കകത്തേക്ക് ഗ്യാസ് കയറുന്നതും പുറത്തു പോകുന്നത്. പ്ലാന്റ് ഓൾസോ ത്രോ ഔട്ട് വാട്ടർ വേപ്പർ ത്രൂ സ്റ്റൊമാറ്റ. അപ്പൊ ജലബാഷ്പവും ഇല്ലേ, വാട്ടർ വേപ്പറും ഏതിലൂടെയാണ്? സ്റ്റൊമാറ്റയിലൂടെയാണ് ഇലകൾ പുറന്തള്ളുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഫുഡ് പ്രിപ്പയർ ചെയ്യുക. വാട്ടർ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇലയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലീവ്സ് നോർമലി ഹാവ് 3 ഫംഗ്ഷൻ. ഇലകൾക്ക് നമുക്ക് എന്ത് പറയാം? 3 ഫംഗ്ഷൻ പറയാം. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് ഫുഡ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുക. മാനുഫാക്ചറിങ് ഫുഡ് ആണ് ഇവയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഇന്റർചേഞ്ചിങ് ഗ്യാസസ് വിത്ത് ദ എയർ. എന്താണ്? നമ്മുടെ ഈ ഒരു വായുവുമായിട്ട് വാതകങ്ങൾ പരസ്പരം അങ്ങോട്ട് മാറ്റുന്നതാണ് അടുത്തത്. ഇന്റർചേഞ്ചിങ് ഗ്യാസസ് വിത്ത് ദ എയർ ഇല്ലേ, ഗ്യാസസ് നമ്മുടെ വായുവുമായിട്ട് വാതകങ്ങൾ പരസ്പരം മാറ്റുന്നു. ത്രോയിങ് ഔട്ട് വാട്ടർ വേപ്പർ ഇല്ല, എന്താണ്? ജലബാഷ്പം പുറന്തള്ളുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇലകളുടെ ഇലകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഫുഡ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. മാനുഫാക്ചറിങ് ഫുഡ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രിപ്പയർ ഫുഡ്. നെക്സ്റ്റ് വൺ, ഇന്റർചേഞ്ച് ഗ്യാസസ് വിത്ത് ദ എയർ. തേർഡ് വൺ, ത്രോയിങ് ഔട്ട് വാട്ടർ വേപ്പർ. Some leaves are
modified to perform other functions. You have already learned that in cattic the leaves are modified into spines to prevent the loss of water. അപ്പോൾ നമ്മൾ ഇല്ലേ എന്താണ് ഇലകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ചില ഇലകൾ പല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ എന്താണ് കാക്റ്റിയിലെ കള്ളിച്ചെടികളുടെ കാര്യം പറയും അല്ലേ, കള്ളിമുൾ ചെടിയുടെ കാര്യം പറഞ്ഞാല് അതിന്റെ ഇലകൾ എന്തായിട്ട് മാറിയേക്കുവാണ് അല്ലേ, മുള്ളുകളായി. ഇലകളിൽ മുള്ളുകളുണ്ട് കള്ളിച്ചെടി. അത് എന്തിനു വേണ്ടിയിട്ടാ? ജലവാഷ്പം നഷ്ടപ്പെടാതിരിക്കാനാണ് കള്ളിച്ചെടികളിൽ ഇങ്ങനെ മുള്ളുകൾ കാണപ്പെട്ടത് അല്ലേ. The scale leaves of ginger are modified to protect buds. These are still other modification of leaves. അപ്പോൾ എന്താണ് നമ്മുടെ ഇഞ്ചിയുടെ ആ ഒരു സസ്യം എടുക്കാമെങ്കിൽ ആ താഴെയല്ല ഇഞ്ചി വളർന്നു വരുമല്ലോ, ആ ഇഞ്ചി അതിന്റെ മുകളകളെ സംരക്ഷിക്കുന്ന എന്നതാണ് ആ ഇഞ്ചിയുടെ ഇലയെ എന്താണ് ആ ഒരു മുകളകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പരിഷ്കരിച്ചിരിക്കുകയാണ് ഇഞ്ചിയുടെ ഇലകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് മാനുഫാക്ചറിങ് ഫുഡ്, interchanging gases with the air, throwing out water vapor. ബട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ലീവ്സ് മോഡിഫൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ കള്ളിമുൾ ചെടിയുടെ കാര്യം പറഞ്ഞാൽ അതിന്റെ ഇലകൾ മുള്ളുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ജലവാഷ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ മുള്ളുകൾ അങ്ങനെ വളർന്നിരിക്കുന്നത്. അതുപോലെ ഇഞ്ചി ചെടിയുടെ കാര്യം പറഞ്ഞാൽ അതിന്റെ മുകളങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഇലകൾ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് മോഡിഫിക്കേഷൻ നോക്കേ. സം ലീവ്സ് പ്രൊവൈഡ് സപ്പോർട്ട്. കുറച്ച് ഇലകൾ എന്താണ് ആ പ്ലാന്റിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇൻ സം പ്ലാന്റ് ലൈക്ക് പീ, മസൂർ ആൻഡ് ഗ്ലോറി ലില്ലി എയ്തർ ദ എൻറ്റയർ ലീഫ് ഓർ എ പാർട്ട് ഓഫ് ദ ലീഫ് ഈസ് എ മോഡിഫൈഡ് ഇൻടു ടെൻഡ്രിൽ. എന്താണ് ഈ നമ്മളിപ്പോ പറഞ്ഞ സസ്യങ്ങൾ മസൂർ, പീ, അതുപോലെ തന്നെ താമര ഇതൊക്കെ എടുക്കാമെങ്കിൽ ഒരു തണ്ടുണ്ട് അതില്ലേ, ആ ഇലയിൽ ഒരു നീളം തണ്ട് വന്നിട്ടാണ് ആ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഡ്രിൽ ഉണ്ടെന്ന് പറയാം. Like a stem tendril, leaf tendril coil themselves around a support and help the plant type. അതിലുള്ള ലീഫ് ടെൻഡ്രിൽ ആയാലും എന്താണ് സ്റ്റെം ടെൻഡ്രിൽ ആയാലും എല്ലാം എന്താണ് അതിനെ വളരാനായിട്ട് അല്ലെങ്കിൽ അതിന് പിടിച്ചു കയറി ആ പ്ലാന്റിനെ ആ സസ്യത്തിന് പിടിച്ചു കയറി വളരാൻ അതിനെ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ പയർ ചെടിയൊക്കെ നമ്മൾ നോക്കാമെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ചുരുണ്ട് ഇങ്ങനെ ഇത് പോയിട്ടുണ്ട് ടെൻഡ്രിൽസ് ഇല്ലേ. അതെന്ത് ചെയ്യുന്നു, അതിനെ വളരാൻ അതിനെ പിടിച്ചു കയറാൻ അതിനെ സഹായിക്കുന്നുണ്ട്. ആ ഇലയിൽ നിന്ന് വരുന്ന അങ്ങനെ ചുരുണ്ട് വരുന്ന ടെൻഡ്രിൽസ് കാണും. അതുപോലെ ആ തണ്ടിൽ നിന്ന് ഇതുപോലെ ചുരുണ്ട് വരുന്ന ടെൻഡ്രിൽസ് വരാറുണ്ട്. അത് ആ സസ്യത്തെ എവിടെയെങ്കിലും പിടിച്ചു കയറി വളരാനായിട്ട് സഹായിക്കുന്നു. വാട്ടർ ലില്ലി എടുത്താലും അതിനെ പടർന്നു പോകാൻ അതിനെ സഹായിക്കുന്നുണ്ട്. Some leaves defend. The spines of cattic do not only prevent the loss of water but also discourage animals from eating the plant. Prickly pear, date palm, dagger plant and prickly poppy are some plants whose leaves are modified into spines for defense. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കള്ളിമുൾ ചെടി നമ്മൾ പറഞ്ഞു ഇലകളിൽ നിന്നുള്ള ആ ഒരു ജലവാഷ്പം നഷ്ടപ്പെടാതിരിക്കാനാണ് ആ ഇലകളിൽ മുള്ളുകളുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അത് മാത്രമല്ല ആ ഒരു ഇതിന്റെ പ്രയോജനം, ബാക്കിയുള്ള എന്താണ് ആനിമൽസ് ഈ ഒരു ചെടിയെ ഭക്ഷിക്കാൻ വരുമ്പോൾ ആ മുള്ളുള്ളത് കാരണം ആ ആനിമൽസ് ഭക്ഷിക്കാതെ തിരിച്ചു പോകും. അപ്പം ആ ചെടിയെ സംരക്ഷിക്കാനും ഈ മുള്ളുകൾ കൊണ്ട് നമുക്ക് ആ ഇലയിലെ മുള്ളുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പം പ്രതിരോധത്തിനായിട്ട് ഇങ്ങനെ ഇലകൾ ഇല്ലേ അല്ലെങ്കിൽ ഇലയുടെ ആ ഒരു ഭാഗങ്ങൾ മുള്ളുകളാക്കി മാറ്റുന്ന ചില ചെടികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. പ്രിക്ലി പോപ്പി ഇല്ലേ, എന്തൊക്കെയുണ്ട്, ഡേറ്റ് പാം, അതുപോലെ ഡാഗർ പ്ലാന്റ്, ഇതൊക്കെ പ്രിക്ലി പിയർ, ഇതൊക്കെ എന്താണ് ഇലകളെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ പ്രതിരോധത്തിനായിട്ട് ഇലകളെ മാറ്റണം. ഇലയുടെ പല ഭാഗങ്ങളും പ്രതിരോധത്തിനായിട്ട് ഇങ്ങനെ മാറ്റുന്ന സസ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മള് ലീവ്സ് പ്ലാന്റിന്റെ ഒരു പാർട്ടായ ലീവ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പൊ ലീവ്സ് പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ലീഫിന്റെ പല പാർട്ടുകൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ലാമിന ഉണ്ടെന്ന് പറഞ്ഞു, ലീഫ് ബേസ് ഉണ്ട്, പെറ്റിയോൾ ഉണ്ട്, മിഡ്രബ് ഉണ്ട് അല്ലേ, പിന്നെ വെയിൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വെനേഷൻ, രണ്ടു തരത്തിലുള്ള വെനേഷൻ പഠിച്ചു. പാരലൽ വെനേഷനും പിന്നെന്താണ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. പാരലൽ വെനേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള വെയിൻസ് അല്ലെ ഇലക്കകത്തുള്ള വെയിൻസ് പാരലലായിട്ട് പ്രവർത്തിക്കുന്നു, പരസ്പരം സമാന്തരമായിട്ട് കാണപ്പെടുന്നത് പ്രവർത്തിക്കുമ്പോൾ ആ ഇലക്കകത്തുള്ള വായുസഞ്ചാരം പാരലൽ വെനേഷൻ ആയിരിക്കും അല്ലേ, സമാന്തര വായുസഞ്ചാരമായിരിക്കും. അതുപോലെ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നത്, അപ്പൊ അതിൻ്റെ അകത്തുള്ള ഇലക്കകത്തുള്ള നമ്മുടെ ഈ വെയിൻസ് ഒരു ശൃംഖല പോലെ ആ ഇലക്കകത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വായുസഞ്ചാരം റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ഇലകൾ നോക്കി ഒരു പ്ലാന്റിന്റെ ലീവ്സ് നോക്കിയിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് റൂട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ആ പ്ലാന്റിന്റെ റൂട്ട് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിന് ബ്രോഡ് ലീവ്സും
റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണുള്ളതെങ്കിൽ അതിന്റെ റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നാരോ ലീവ്സും പിന്നെന്താണ് പാരലൽ വെനേഷൻ ഉള്ള പ്ലാന്റ് എടുത്ത് നോക്കാമെങ്കിൽ അതിന്റെ റൂട്ട് ഫൈബറസ് റൂട്ട് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് എന്താന്ന് പഠിച്ചു. എന്തായിരുന്നു കോമ്പൗണ്ട് ലീവ്സ് എന്ന് വെച്ചാൽ ഒരു ലീഫിന്റെ ലീഫ് ബ്ലേഡിനെ നമ്മൾ ലീഫ് ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തുപോലെ അത്തരത്തിലുള്ള ഇലകളെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് വിളിച്ചത്. സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞാൽ ആ ലീഫ് ബ്ലേഡ് സിംഗിൾ ലീഫ് ബ്ലേഡ് ആയിരിക്കാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഇലകളാണ് സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ച എന്താണ് ഫംഗ്ഷൻ ഓഫ് ദ ലീഫ്. ഒരു ലീഫിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തായിരുന്നു? പ്രിപ്പയർ ഫുഡ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലീഫിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒരു കെമിക്കൽ ചേഞ്ചിന് വിധേയമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അല്ലെ. ഹരിതക ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ സഹായിക്കുന്നതാണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാന്റിന്റെ അകത്തേക്ക് ഒരു ലീഫിനകത്തേക്ക് ഗ്യാസ് പോകുന്നതും ഗ്യാസ് അത് പുറത്തേക്ക് വിടുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് വഴിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പ്ലാന്റ്സിന്റെ ഫങ്ഷൻസിനെ നമ്മൾ മൂന്നായിട്ട് പറയുന്നുണ്ട്. മാനുഫാക്ചറിങ് ഫുഡ്, ഇന്റർചേഞ്ചിങ് ഗ്യാസസ് വിത്ത് ദ എയർ, ത്രോയിങ് ഔട്ട് വാട്ടർ വേപ്പർ. അതുപോലെ തന്നെ പല ഇലകളും പിന്നെന്താണ് കുറച്ച് ഇലകളൊക്കെ മോഡിഫൈ ചെയ്ത് പ്ലാന്റിനെ സംരക്ഷിക്കുന്നുണ്ട്. കള്ളിമുൾച്ചെടിയുടെ കാര്യം പറഞ്ഞു. അതിന്റെ മുള്ളുകളിലുള്ള മുള്ളുകൾ ആ ഒരു ചെടിയിലെ ഇലയ്ക്കകത്തുള്ള ജലബാഷ്പം നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമല്ല മറ്റു മൃഗങ്ങളിൽ നിന്ന് ഈ ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഇലകളിലും തണ്ടിലും കാണപ്പെടുന്ന ടെൻഡൻസ് ആ ചെടിയെ പടർന്ന് വളരാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലീവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി ഒരു ചെടിയുടെ അടുത്ത പ്രധാനപ്പെട്ട പാർട്ടാണ് എന്തെന്ന് പറയുന്നത് ഫ്ലവർ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഫ്ലവർ? ഓക്കെ, നമുക്ക് ഫ്ലവറിനെ കുറിച്ച് നോക്കാം. സം ഫ്ലവേഴ്സ് ലൈക്ക് എ ട്യൂബറോസ്, രജനീഗന്ധ and crepe jasmine, chandini are white, while others like China rose and sunflower are brightly colored. Roses are fragrant, while oleanders, canna are not. The shape, size and colors of flowers are vary greatly, but they all have some features in common. നമുക്ക് നമ്മളൊരു പലതരത്തിലുള്ള പൂക്കളാണ്. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ചെമ്പരത്തി, റോസ, മുല്ല ജമന്തി ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്നതാണോ? ഇല്ല. പല ഫ്ലവേഴ്സും പല നിറത്തിലും പല മണത്തിലും പല രൂപത്തിലും ഒക്കെ ഉള്ളതാണ് അല്ലേ. ഓരോ പൂവും വ്യത്യാസമാണ്. ഇപ്പൊ ചെമ്പരത്തിയുടെ കണക്കിരിക്കുകയാണോ മുല്ലപ്പൂ? അല്ലല്ലേ, എല്ലാം പല രീതിയിൽ വ്യത്യാസമാണ്. ഇപ്പൊ ട്യൂബ്രോസ്, രജനീഗന്ധ, ക്രീപ്പ് ജാസ്മിൻ ആണ് വൈറ്റ്. അപ്പൊ ക്രീപ്പ് ജാസ്മിനും രജനീഗന്ധയൊക്കെ എന്താണ് വെള്ള കളറിൽ കാണപ്പെടുന്ന പൂവാണ്. while others like China rose and sunflower are brightly colored. അപ്പോൾ സൺഫ്ലവറും ചൈന റോസ് ഒക്കെ എടുത്ത് എന്താണ് നല്ല കടുത്ത കളറോട് കൂടിയാണ്. റോസ് ആർ ഫ്രാഗ്നന്റ് while oleanders are not. എന്താണ് റോസാപ്പൂവിന്റെ മണം നമുക്ക് അറിയാം, പ്രത്യേക മണമാണ്, നല്ല മണമാണ്. പക്ഷെ ഒലണ്ടർ എന്ന് പറഞ്ഞ പൂവിന് ആ മണം ഇല്ല. അപ്പൊ എന്താണ് ഫ്ലവേഴ്സ് എല്ലാം പല ഷേപ്പിലും പല കളറിലും പല മണത്തിലും ഒക്കെ ഉള്ളവയാണ്. ചെന്നിരുന്നാലും ഇവയ്ക്കെല്ലാം കോമൺ ആയിട്ട് ചില പാർട്സ് ഉണ്ട് ഒരു ഫ്ലവറിന് ഇല്ലേ. ഇനി നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ പാർട്സ് ഉണ്ട്. നമ്മൾ ഇലയിൽ പാർട്സ് പഠിച്ചു, സ്റ്റെമ്മിൽ പാർട്സ് പഠിച്ചു. അതുപോലെ ഒരു ഫ്ലവറിനും പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. ദ സ്റ്റോക്ക് ഓഫ് എ ഫ്ലവർ ഈസ് കാൾഡ് പെഡിസിൽ. ഇപ്പൊ എന്താണ് ആ ഒരു പൂവിന്റെ ആ ഒരു തണ്ട് അല്ലേ, ഒരു തണ്ട് വന്നിട്ടാണല്ലോ അതിൻ്റെ അകത്തൊരു പൂ വളർന്നു വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പൂവിന്റെ ആ ഒരു തണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പെഡിസിൽ എന്ന് വിളിക്കുന്നു. പെഡിസിൽ എന്ന് നമ്മൾ പറഞ്ഞു. PEDICEL. ഓക്കെ, അപ്പം പൂവിന്റെ ആ ഒരു തണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ദ സ്റ്റോക്ക് ഓഫ് എ ഫ്ലവർ ഈസ് കാൾഡ് പെഡിസിൽ. പൂവിന്റെ ആ ഒരു തണ്ട് വന്നിട്ടാണ് ആ ഒരു പൂ വരുന്നത്. ആ തണ്ടിനെ നമ്മൾ പെഡിസിൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദ അപ്പർ മോസ്റ്റ് സോളൻ പാർട്ട് ഓഫ് ദ പെഡിസിൽ ഈസ് കാൾഡ് ദ തലാമസ്. അപ്പൊ ആ ഒരു പൂവിന്റെ പിന്നൊരു തണ്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പെഡിസിൽ എന്ന് വിളിച്ചത്. എന്നിട്ട് ഇങ്ങനെ വന്ന് അതിന്റെ ആ ഒരു അപ്പർ മോസ്റ്റ് പാർട്ട്, പൂവിന്റെ ആ ഒരു തണ്ടിന്റെ ആ ഒരു പെഡിസിലിന്റെ ആ ഒരു അപ്പർ മോസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? തലാമസ് എന്ന് വിളിക്കുന്നു. എന്താ നമ്മൾ പറഞ്ഞു, ഒരു ഫ്ലവറിന് എന്തുണ്ടെന്ന് പറഞ്ഞു? ഒരു തണ്ടെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഒരു പെഡിസിൽ എന്ന് വിളിച്ചു അല്ലേ. എന്നിട്ട് ആ പെഡിസിലിൽ നിന്ന് എന്താണ് ഒരു അപ്പർ മോസ്റ്റ് പാർട്ട്, ആ പെഡിസിലിന്റെ അപ്പർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? തലാമസ്. എന്തെന്ന് വിളിക്കുന്നു? തലാമസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റിലായിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കിയാൽ മതി.
മതി. അതിനുശേഷം ദ ഗ്രീൻ പെറ്റൽ ലൈക്ക് ഗ്രോത്ത് കമ്മിങ് ഔട്ട് ഓഫ് ദ തലാമസ് ആർ സീപ്പൽസ്. അപ്പൊ ആ ഒരു എന്താണ് നമ്മുടെ ആ ഒരു തലാമസിൽ നിന്നും ആ പൂവിന്റെ താഴെ ഒരു ഗ്രീൻ ഒരു കളറിൽ ഇങ്ങനെ ഒരു ഭാഗം കാണും. ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീപ്പൽസ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? സീപ്പൽസ്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു പൂവിന്റെ ആ ഒരു തണ്ട് കാണും, അതിനെ നമ്മൾ പെഡിസിൽ എന്ന് വിളിച്ചു. അതിനുശേഷം ആ പെഡിസിലിന്റെ അപ്പർമോസ്റ്റ് പാർട്ടിനെ നമ്മൾ തലാമസ് എന്ന് പറഞ്ഞു. ഇനി ആ ഒരു തലാമസിൽ നിന്ന് വരുന്ന ഒരു ഗ്രീൻ കളറിലെ ആ പാർട്ടിനെ, ചുവന്റെ ആ പാർട്ടിനെ നമ്മൾ സീപ്പൽ എന്ന് വിളിച്ചു. The sepal enclose and protect the flower when it is bud. Colored or white petals grow inside the sepal in a circle. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ആ ഒരു പൂ, ആ ഒരു മൊട്ട് വരുമ്പോൾ ആ മൊട്ടിനെ, ആ ഒരു പൂവിന്റെ മൊട്ട് വരുമ്പോൾ ആ മൊട്ടിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഈ സീപ്പൽസ് ആയിരിക്കും. അപ്പൊ ഈ സീപ്പൽസിന്റെ അകത്ത് എന്തുണ്ടെന്ന് പറയുന്നു? കളേർഡ് ഓർ വൈറ്റ് പെറ്റൽസ് ഗ്രോ ഇൻസൈഡ് ദ സീപ്പൽസിന്റെ സർക്കിൾ. ആ ഒരു സീപ്പലിന്റെ അകത്ത് ഒന്നുകിൽ കളറില് അല്ലെങ്കിൽ വെള്ള കളറില്, ഒന്നുകിൽ കളറായിരിക്കും അല്ലെങ്കിൽ വെള്ള കളറിൽ അതിന്റെ അകത്ത് ഒരു സർക്കിൾ വളർന്നു വരുന്നുണ്ട്, ഒരു സർക്കിൾ വളരാറുണ്ട്. നമ്മൾ ഫ്ലവറിന്റെ പാട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെഡിസിലുണ്ട്, തലാമസ് ഉണ്ട്, സീപ്പൽ ഉണ്ട്. ഈ സീപ്പൽ ആണ് ആ ഒരു ഫ്ലവറിന്റെ മൊട്ട് വരുമ്പോൾ ആ ബഡിനെ സംരക്ഷിക്കുന്ന ആരാണ്? ഈ സീപ്പൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ, ദ സ്റ്റോക്ക് ലൈക്ക് ഗ്രോ വിത്ത് സോളൻ പൗഡറി ഹെഡ്സ് ആർ ദ stamens. എന്താ പറയുക? സ്റ്റാമൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദ സ്റ്റോക്ക് ലൈക്ക് ഗ്രോ വിത്ത് സോളൻ പൗഡറി ഹെഡ്സ് ആർ ദ സ്റ്റാമൻസ്. സ്റ്റാമൻസ് മീൻസ് കേസരി എന്ന് പറയും അല്ലേ? സ്റ്റാമൻസ് അതായത് എന്താണ്? ആ ഒരു പൂവിന്റെ അകത്തുനിന്ന് ഇല്ലേ ഒരു വീർത്ത് ഇങ്ങനെ ഒരു തണ്ട് കാണും. ആ ഒരു തണ്ടിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അതിനെ നമ്മൾ സ്റ്റാമൻസ്, കേസരി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഒരു ഫ്ലവറിന്റെ മെയിൽ പാർട്ട് ആണ് ഈ ഒരു സ്റ്റാമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സ്റ്റാക്ക് ലൈക്ക് പോർഷൻ ഈസ് കാൾഡ് എ ഫിലമെന്റ്. അപ്പൊ ആ ഒരു സ്റ്റാക്ക് ലൈക്ക് പോർഷനെ നമ്മൾ ഫിലമെന്റ് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പൂവിന്റെ അകത്ത് ഇങ്ങനെ തണ്ട് വരും, ഇതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? നമ്മൾ സ്റ്റാമൻ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു പൂവിന്റെ മെയിൽ പാർട്ടാണ് ഈ സ്റ്റാമൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാമന്റെ ഒരു പാർട്ടാണ്. ഇങ്ങനെ ഒരു സ്റ്റേക്ക് ലൈക്ക് അല്ലേ പോർഷൻ ഈസ് എ കാൾഡ് ഫിലമെന്റ്. ആ ഒരു സ്റ്റേക്ക് ലൈക്ക് പോർഷനെ നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നുണ്ട്. വൈൽ ദ സോളൻ ടിപ്പ് ഈസ് ദ ആന്തർ. അപ്പൊ നമ്മൾ ഈ ഒരു പൂവിന്റെ അകത്ത് നിന്ന് പൂമ്പടി ഒരു തണ്ട് പോലെ ഇങ്ങനെ വരുന്നു, അതിന്റെ അറ്റത്തുള്ള ആ ഭാഗത്തെ നമ്മൾ ആന്തർ എന്ന് വിളിക്കുന്നു. ആന്തർ. ഓക്കെ, ദ പൗഡറി സബ്സ്റ്റൻസ് വിച്ച് റബ്ഡ് ഓഫ് ഓൺ യുവർ ഫിംഗർ ഈസ് പോളൻ. അപ്പൊ നമ്മളിങ്ങനെ പൂവിന്റെ തുടങ്ങുമ്പോൾ ഒരു എന്താണ് ഒരു പദാർത്ഥം നമ്മുടെ കയ്യിൽ ഇല്ലേ, വിരലുകളിൽ വെച്ചപ്പോൾ ഒരു പൊടി നമ്മുടെ കയ്യിൽ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ പോളൻ ഇല്ലേ എന്ന് വിളിക്കുന്നത്? പോളൻ എന്ന് വിളിക്കുന്നു. നമ്മളിങ്ങനെ പൂവിൽ തുടങ്ങും ഒരു പരിപാടി വരുന്ന സാധനം നമ്മുടെ കയ്യിൽ പറ്റത്തില്ല, അതിനാണ് നമ്മൾ പോളൻ എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ആന്തർ. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഒരു ആന്തറിലായിരിക്കും. അതായത് ഈ നമ്മുടെ ഈ ഒരു ഇതിന്റെ ഇങ്ങനെ അമ്പലഭാഗത്താണെന്നല്ലേ ആന്തർ. അപ്പൊ ഈ ഒരു ആന്തറിലായിരിക്കും ഈ ഒരു പോളൻ കാണപ്പെടുന്നത്. നമ്മൾ അതിൽ പിടിക്കുമ്പോഴായിരിക്കും ഒരു പൊടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റുന്നത്. അതിനാണ് പോളൻ എന്ന് പറയുന്നത്. ഈ പോളൻ കാണപ്പെടുന്നത് ഈ ഒരു ആന്തറിലായിരിക്കും. ദ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ സെന്റർ ഓഫ് ദ ഫ്ലവർ അറ്റാച്ച്ഡ് ടു ദ സ്റ്റാക്ക് വിത്ത് ദ സോളൻ ടിപ്പ് ഈസ് കാൾഡ് ദ കാർപ്പൽ. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു കാർപ്പൽ? അടുത്ത ഒരു പാർട്ടാണ് കാർപ്പൽ എന്ന് പറയുന്നത്. അതായത് ദ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദ സെന്റർ ഓഫ് ദ ഫ്ലവർ അറ്റാച്ച്ഡ് ടു ദ സ്റ്റോക്ക്. അതായത് ആ തണ്ടിനോട് ചേർത്ത്, പൂവിന്റെ അകത്ത് തണ്ടിനോട് ചേർത്തുള്ള ആ ഒരു പൂവിന്റെ നടുഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കാർപ്പൽ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? കാർപ്പൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, one or more carpels form the female part of the flower or the pistil. അപ്പോൾ രണ്ടോ അതിലധികമായി കാർപ്പൽ ചേർന്നിട്ട് പൂവിന്റെ ആ ഒരു ഫീമെയിൽ പാർട്ട് ഉണ്ടാകുന്നു. അത് നമ്മൾ പിസ്റ്റിൽ എന്ന് പറയുന്നു. The solen base which you cut open is the ovary. അപ്പോൾ ഒരു പൂ നമ്മൾ മുറിക്കുമ്പോൾ അതിന്റെ നടുഭാഗത്തായിട്ട് കാണുന്നതാണ് പൂവിന്റെ ഓവറി എന്ന് പറയുന്നത്. The stalk is the style. അപ്പോൾ ആ ഒരു പൂ നമ്മൾ ആ ഓവറിൽ നിന്ന് വരുന്ന ആ ഒരു പാർട്ടിന്റെ ഭാഗമാണ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻഡ് ദ സോളൻ ടിപ്പ് ഓഫ് ദ സ്റ്റിഗ്മ. ആ ഒരു സോളന്റെ ആ ഒരു ഏറ്റവും മുകൾ ഭാഗത്തെ അഗ്രഭാഗത്തെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. When you cut open the ovary, you may have noticed tiny egg-like structure. These are the ovules which later develop into seed. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പൂവിന്റെ ആ ഒരു ഓവർ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ
അതിൻ്റെ നടുക്ക് എഗ്ഗിലെ ചെറിയ മുട്ടകൾ പോലെ നമുക്ക് കുഞ്ഞു ഭാഗം കാണാൻ പറ്റും. അതിനെയാണ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിനെ ഓവ്യൂൾസ് എന്ന് പറയുന്നു. ആ ഓവ്യൂൾസ് എന്ന് പറയുന്നത് ഓവ്യൂൾസ് എന്ന് വെച്ചാൽ എന്താ? ഓവ്യൂൾസ് എന്ന് വെച്ചാൽ അണ്ഡം. അതാണ് പിന്നീട് വിത്തായിട്ട് മാറുന്നത്. ഈ ഒരു ഓവ്യൂൾസ് അതിന്റെ അണ്ഡമാണ്. ആ ഒരു ഓവർ നമ്മൾ അണ്ഡാശയം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഓവ്യൂൾസ്, ആ പൂവിന്റെ അണ്ഡം കാണാൻ പറ്റും. ആ ഓവ്യൂൾസ് ആണ് പിന്നീട് വിത്തുകളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മളൊരു ഫ്ലവറിന്റെ പാർട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു അതിന്റെ ആ ഒരു പെൻസിലുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അതിന്റെ ഒരു അഗ്രം, പൂവിന്റെ ഒരു തണ്ടുണ്ട്, അതുപോലെ തന്നെ തലാമസ് ഉണ്ട്, സീപ്പൽ ഉണ്ട്, സ്റ്റെമൻസ് ഉണ്ട് അല്ലേ, ഫിലമെന്റ് ഉണ്ട്, ഓക്കെ, ആൻഡർ ഉണ്ട്, പോളൻ, പിന്നെ എന്തൊക്കെ പറഞ്ഞു? പിസ്റ്റിലുണ്ട്, കാർപ്പലുണ്ട്, ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ, ഓവ്യൂൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു പൂവിന്റെ പാർട്ട് എന്ന് പറയുന്നത്. If you examine the flower carefully, you would have noticed that the sepal, petal and the stamen grow out of the thalamus in circle. നമ്മൾ എന്താണ് ഇലകളും അതുപോലെ തന്നെ ദളങ്ങള്, അതിന്റെ ഒരു വിതളങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് ഒരു തലാമസിൽ വൃത്താകൃതിയിൽ വളരുകയാണ് ചെയ്യുന്നത്. The outermost circle is formed by the sepal, then come the petals, then the stamens, and right at the center is the pistil. അപ്പോൾ എന്താണ് ആ ഒരു സർക്കിളിന്റെ ഔട്ടർ മോസ്റ്റ് എന്നല്ല ഏറ്റവും പുറം രൂപപ്പെടുന്നത് ഏതാണ്? വിതളങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ പിന്നെ ദളങ്ങൾ വളരുന്നു, അതിനുശേഷം കേസരങ്ങൾ വളരുന്നു, വലതുഭാഗത്ത് പിസ്റ്റില് വളർന്നു വരുന്നു. ഓക്കെ, thus the flower has 4 whorls. Any circular arrangement of leaves, pestils, sepals etc around a common axis is called a. അപ്പോൾ എന്താണ് ഒരു ഫ്ലവറിന് 4 വേൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ വേൾസ് എന്തൊക്കെ ചെയ്യാൻ രൂപം കൊള്ളുന്ന? ലീവ്സ് ആണോ, അതിൽ പെറ്റൽസ് ആണ്, എന്താണ് സീപ്പൽ കാണും, തുടങ്ങിയവയെല്ലാം കൂടി എന്താണ് രൂപം കൊള്ളുന്നത്? എല്ലാം കൂടെ നിന്ന് രൂപം കൊള്ളുന്ന ആ ഒരു വൃത്താകൃതിയിലുള്ളതിനെയാണ് നമ്മൾ വേൾസ് എന്ന് പറയുന്നത്. ആ ഒരു ക്രമീകരണത്തെ എന്താണ് വൃത്താകൃതിയിലുള്ള ദളങ്ങളും വിതളങ്ങളും ഇലകളും കേസരങ്ങളും എല്ലാം കൂടെ വളർന്നു വരുന്ന വൃത്താകൃതിയിലുള്ള രൂപീകരണത്തെയാണ് അല്ലെങ്കിൽ ക്രമീകരണത്തെയാണ് നമ്മൾ വേൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, however all flowers do not have all flower whorls. അപ്പോൾ എല്ലാ ഫ്ലവറിനും ഒരുപോലുള്ള വേൾസ് ആയിരിക്കില്ല കാണുന്നത്. Sometimes the sepal and petals together from tepals as in the tuberose. ചില ഈ ട്യൂബ്രോസ് പോലുള്ള ചില ഫ്ലവേഴ്സിൽ സീപ്പലും പെറ്റലും ചേർന്നിട്ട് ടീപ്പൽസ് രൂപം കൊള്ളുന്നു. അതുപോലെ തന്നെ some flowers have only stamens while others have only graphics. അപ്പം ചില ഫ്ലവേഴ്സിന് സ്റ്റെമൻസ് മാത്രമേ കാണൂ, ചിലത് ഒരു സ്റ്റെമൻസ് മാത്രമേ കാണൂ, ചിലതിന് ക്രാപ്പിൾസ് മാത്രമേ കാണൂ. Even when all 4 whorls are present, different flowers may have different structure. അല്ലേ, പല പൂവിന്റെയും വേൾസിന് പല സ്ട്രക്ചർ ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ the sepal may be free or joined. ചിലതിൻ്റെ അകത്ത് സീപ്പല് ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നതായിരിക്കും. Similarly, the petals may be free or joined. ചിലതിൽ പെറ്റൽസ് എന്താണ് അതിന്റെ ദളങ്ങള് ഒന്നുകിൽ ഏതെങ്കിലും ജോയിൻ ചെയ്തിരിക്കും ഒരു പൂവിന്റെ, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ടിരിക്കുന്നതായിരിക്കും. The petals may also be different size as in pea. എന്താണ് പീലൊക്കെ ആ ഒരു പെറ്റൽസ് കടല പോലുള്ള ആ ഒരു സസ്യങ്ങളുടെ ആ ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ വ്യത്യാസമാണ് സൈസിലൊക്കെ. The stamens and crepels may also be free or joined. അതുപോലെ തന്നെ സ്റ്റെമൻസും എന്താണ് ക്രേപ്പൽസും ഒക്കെ ഒന്നുകിൽ ഏതെങ്കിലും പാർട്സുമായിട്ട് ജോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു. എന്താ ചില പൂക്കൾക്ക് നമ്മൾ പറഞ്ഞു കേസരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ, മറ്റു ചിലർക്ക് കാർപ്പറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പല ഫ്ലവേഴ്സിനും പല രീതിയിലായിരിക്കും ഈ വേൾസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബൌട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പൂക്കുന്ന സസ്യങ്ങളെ കുറിച്ച്. നമ്മൾ ആദ്യം പ്ലാന്റ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ട്രീസ്, ഷബ്സ്, ഹെർബ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം പാർട്ടാണ് നോക്കിയത്. ഒരു പ്ലാന്റിന്റെ പാർട്ടിനെ റൂട്ടെന്നും ഷൂട്ടെന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഷൂട്ടിൽ വരുന്ന ഭാഗങ്ങളാണ് ലീഫ്, ഫ്ലവർ, സ്റ്റെം, ഫ്രൂട്ട്, അതൊക്കെ. റൂട്ടിൽ വരുന്ന നമ്മൾ പഠിച്ചു. പലതരത്തിലുള്ള റൂട്ടുണ്ട്, ടാപ്പ് റൂട്ട്, ഫൈബറസ് റൂട്ട്, റൂട്ടിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ പാർട്ടിൽ പഠിച്ചപ്പോൾ സ്റ്റെം എന്താണെന്നും സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ എന്താണെന്നും അല്ലേ, ടൈപ്പ് ഓഫ് സ്റ്റെമ്മിന്റെ മോഡിഫൈഡ് സ്റ്റെമ്മിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ലീഫ് എന്താണെന്ന് പഠിച്ചു. ലീഫിന്റെ ഫംഗ്ഷൻസ്, ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? ടു പ്രിപ്പയർ ഫുഡ് അല്ലേ, ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ലീഫിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പിന്നെ നമ്മൾ 3 ഫംഗ്ഷനും കൂടെ പഠിച്ചു. മാനുഫാക്ചറിങ് ഫുഡ്, പിന്നെ എന്താണ് ഇന്റർചേഞ്ചിങ് ഗ്യാസസ് വിത്ത് ദ എയർ, ത്രോയിങ് ഔട്ട് വാട്ടർ വേപ്പർ. അതുപോലെ തന്നെ നമ്മൾ ലീഫിന്റെയും പാർട്സ്, പലതരത്തിലുള്ള പാർട്സ് പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ഫ്ലവർ ആണ്, ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ടെന്ന് പറഞ്ഞു, ഫ്ലവറിന്റെ പാർട്സ് പഠിച്ചു.
ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എബൌട്ട് ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നോട്ട്സ് എഴുതി എടുക്കണം. നിങ്ങളത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. എന്നിട്ട് നിങ്ങൾ റീഡ് ചെയ്ത വോയിസ് മെസ്സേജ് ടീച്ചറിനെ വിട്ടു തരണം. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് GK സ്റ്റഡി ചെയ്താലോ. GK നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ചാപ്റ്റർ 24, പ്ലൂട്ടോ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. പ്ലൂട്ടോയും പ്ലൂട്ടോയുടെ ആൾക്കാരെയും കുറിച്ച്. ഓക്കെ, പേജ് നമ്പർ 51. ലേൺ ടെക്സ്റ്റ് എടുത്തോ. ഓക്കെ, അപ്പൊ നമ്മള് പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു ഗ്രഹമായിരുന്നു. ഇപ്പൊ അതിനെ മാറ്റി, ഇപ്പൊ അതൊരു കുള്ളൻ ഗ്രഹമായിട്ട് പ്ലൂട്ടോയെ നമ്മൾ മാറ്റി നിർത്തി. ഗ്രഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് കുള്ളൻ ഗ്രഹമായിട്ട് പ്ലൂട്ടോയെ മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ആൻസറിന്റെ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആൻസർ നമ്മൾ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് പ്ലൂട്ടോ? പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ്? നിങ്ങൾക്ക് അറിയാമോ പേര്? പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലൈഡ് ടോംബോ. ആരാണ് കണ്ടുപിടിച്ചത് പ്ലൂട്ടോ? ക്ലൈഡ് ടോംബോ. CLYDTOMBAUD. ക്ലൈഡ് ടോംബോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിച്ചത്? പ്ലൂട്ടോ കണ്ടുപിടിച്ചത്. ക്ലൈഡ് ടോംബോ. ഓക്കെ, ആരാണ്? ക്ലൈഡ് ടോംബോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വെൻ വാസ് പ്ലൂട്ടോ ഡിസ്കവേർഡ്? പ്ലൂട്ടോ എന്നാണ് കണ്ടെത്തിയത്? എന്നായിരുന്നു? 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. അപ്പം പ്ലൂട്ടോയെ കണ്ടുപിടിച്ചത് ആരാണ്? ഹൂ ഡിസ്കവേർഡ് പ്ലൂട്ടോ? ആരാണ്? ക്ലൈഡ് ടോംബോ. ഇല്ലേ, എപ്പോഴാണ് പ്ലൂട്ടോ കണ്ടെത്തിയത്? എന്താ? 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സജസ്റ്റഡ് ദ നെയിം പ്ലൂട്ടോ ഫോർ ദ പ്ലാനറ്റ്? ആ ഒരു ഗ്രഹത്തിന് അല്ലേ പ്ലൂട്ടോ എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്തത് ആരാണ്? വെനീഷ്യ ബേർണി. ആരാണ്? വെനീഷ്യ ബേർണി. VENETIABURNEY. വെനീഷ്യ ബേർണിയാണ് പ്ലൂട്ടോയ്ക്ക് ആ പേര് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when was Pluto reclassified as a dwarf planet? അപ്പൊ എന്നാണ് പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമായിട്ട് നമ്മൾ പ്ലൂട്ടോയെ മാറ്റിയത് ടീച്ചർ പറഞ്ഞു അല്ലേ? അപ്പം അത് എന്നാണ് ചോദിക്കുന്നത്. 2006 അല്ലേ, 2006 നമ്മൾ എന്താണ് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായിട്ട് മാറ്റി. എന്താണ്? 2006. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മൂൺസ് ഡസ് പ്ലൂട്ടോ ഹാവ്? പ്ലൂട്ടോയ്ക്ക് എത്ര ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന്? എത്ര എണ്ണം ഉണ്ട്? 5. എത്ര എണ്ണം ഉണ്ട്? 5 ഉപഗ്രഹങ്ങളാണ് നമ്മുടെ 5 മൂൺസ് ആണ് നമ്മുടെ പ്ലൂട്ടോയ്ക്ക് ഉള്ളത്. എത്രയാണ്? 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റീജിയൻ വേർ പ്ലൂട്ടോ റിസൈഡ്സ്? അതായത് ആ പ്ലൂട്ടോ വസിക്കുന്ന ആ പ്രദേശത്തിന്റെ പേരെന്താ? എന്താണ്? കൈപ്പർ ബെൽറ്റ്. ആ ഒരു പ്രദേശത്തിന്റെ പേരെന്താണ്? കൈപ്പർ ബെൽറ്റ്. CUIPERBELT. കൈപ്പർ ബെൽറ്റ് എന്നാണ് ആ പ്ലൂട്ടോ വസിക്കുന്ന പ്രദേശത്തിന്റെ പേരാണ് കൈപ്പർ ബെൽറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി എർത്ത് ഇയേഴ്സ് ഡസ് ദ പ്ലൂട്ടോ ടേക്ക് ടു ഓർബിറ്റ് ദ സൺ? അപ്പോൾ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാൻ എത്ര ഭൗമവർഷം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 248 ഭൗമവർഷം അല്ലേ? എർത്ത് ഇയർ ആണ് നമ്മുടെ ഈ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന വർഷം. എത്ര? 248. Okay, next question. What is the name given to dwarf planets outside the Neptune orbit? അതായത് നമ്മുടെ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിന് പുറത്തുള്ള കുള്ളൻ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പ്ലൂട്ടോയിഡുകൾ. എന്താണ്? പ്ലൂട്ടോയിഡ്സ്. PLUTOIDS. പ്ലൂട്ടോയിഡ്സ്. അപ്പൊ നെപ്റ്റ്യൂണിന്റെ വെളിയിലുള്ള അല്ലെങ്കിൽ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിന് പുറത്തുള്ള കുള്ളൻ ഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് പ്ലൂട്ടോയിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ നോൺ 5 മൂൺസ് ഓഫ് ദ പ്ലൂട്ടോ? പ്ലൂട്ടോയുടെ 5 ഉപഗ്രഹങ്ങളുടെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ എഴുതാം നമുക്ക്? ഫസ്റ്റ് വൺ ചാരോൺ. ഓക്കെ, സെക്കൻഡ് വൺ ഹൈഡ്ര.
Third one, Nix. Fourth one, Kerberos. Fifth one, Cytex. Okay, അപ്പം പ്ലൂട്ടോയുടെ 5 ഉപഗ്രഹങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ചാരോൺ, ഹൈഡ്ര, നിക്സ്, കെർബറോസ്, സൈറ്റെക്സ്. Okay. Next one, how many Earth days are equal to 1 Pluto days? ഒരു പ്ലൂട്ടോ അല്ലേ, ഒരു പ്ലൂട്ടോയുടെ ദിവസത്തിന് എത്ര ഭൗമ ദിവസങ്ങൾ തുല്യമാണ്? പ്ലൂട്ടോയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര ഭൗമ ദിനങ്ങൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് തുല്യമാണ്? എത്രയാണ്? 6.9 Earth days. എത്രയാണ് നമ്മുടെ ആൻസർ? 6.9 Earth days. ഓക്കെ, എത്രയാണ്? 6.9 Earth days. ഒരു പ്ലൂട്ടോയുടെ ദിവസം എന്ന് പറയുന്നത് എത്ര ഭൗമദിനങ്ങൾക്ക് ഈക്വൽ ആണ്? 6.9 Earth days. നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്ലൂട്ടോ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്. അപ്പം ഹൂ ഡിസ്കവേർഡ് പ്ലൂട്ടോ? ആരാണ് പ്ലൂട്ടോ കണ്ടുപിടിച്ചത്? ആരാണ്? ക്ലൈഡ് ടോംബോ. നെക്സ്റ്റ് വൺ, വെൻ വാസ് പ്ലൂട്ടോ ഡിസ്കവേർഡ്? എപ്പോഴാണ്, എന്താണ് പ്ലൂട്ടോ കണ്ടുപിടിച്ചത്? 1913. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സജസ്റ്റഡ് ദ നെയിം പ്ലൂട്ടോ ഫോർ ദ പ്ലാനറ്റ്? ആ ഒരു പ്ലൂട്ടോയ്ക്ക് ആ ഒരു പേര് നൽകിയത് ആരാണ്? വെനീഷ്യ ബേർണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് പ്ലൂട്ടോ റീക്ലാസിഫൈഡ് ആസ് ഡോഗ് പ്ലാനറ്റ്? എന്നാണ് നമ്മൾ പ്ലൂട്ടോയ്ക്ക് ആ ഒരു കുള്ളൻ പദവി നൽകിയത്? എന്നാണ്? 2006. ഹൗ മെനി മൂൺസ് ഡസ് പ്ലൂട്ടോ ഹാവ്? പ്ലൂട്ടോയ്ക്ക് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? എത്ര ഉണ്ട്? 5. What is the name of the region where Pluto resides? ആ പ്ലൂട്ടോ വസിക്കുന്ന ആ പ്രദേശത്തിന്റെ പേരെന്താണ്? ഏതാണ്? കൈപ്പർ ബെൽറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി എർത്ത് ഇയേഴ്സ് ഡസ് ദ പ്ലൂട്ടോ ടേക്ക് ടു ഓർബിറ്റ് ദ സൺ? അതായത് നമ്മുടെ പ്ലൂട്ടോ സൂര്യനെ ചുറ്റാൻ എത്ര ഭൗമവർഷങ്ങൾ എടുക്കും? എത്ര എടുക്കും? 248. What is the name given to dwarf planets outside the Neptune's orbit? ആ ഒരു നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥത്തിന് ചുറ്റുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു കുള്ളൻ ഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്തായിരുന്നു? പ്ലൂട്ടോയിഡ്സ്. Name the non-5 moons of the Pluto. പ്ലൂട്ടോയുടെ 5 ഉപഗ്രഹങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ എഴുതാം? ചാരോൺ, ഹൈഡ്ര, നിക്സ്, കെർബറോസ്, സൈറ്റെക്സ്. Okay, next one, how many Earth days are equal to 1 Pluto's day? ഒരു പ്ലൂട്ടോയുടെ ഒരു ദിവസത്തിന് അല്ലേ, ഒരു പ്ലൂട്ടോയുടെ ഒരു ദിവസത്തിന് എത്ര ഭൗമദിനങ്ങൾ തുല്യമാണ് എന്ന് വെച്ചാൽ എത്രയാണ്? 6.9 Earth days. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? സെക്കൻഡ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ സെക്കൻഡ് വൺ, ഐഡന്റിഫൈ ദ അതർ 6 ഡോഗ് പ്ലാനറ്റ് പ്രസന്റ് ഇൻ പ്ലൂട്ടോസ് നൈബർഹുഡ്. അപ്പൊ പ്ലൂട്ടോയുടെ അല്ലേ നൈബർഹുഡ് ആയിട്ടുള്ള 6 വേറെ കുളം ഗ്രഹങ്ങൾ ഡോഗ് പ്ലാനറ്റിന്റെ പേര് ആ തന്നേക്കുന്ന ബോക്സിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് വരയ്ക്കണം. ഓക്കെ, 6 കുളം ഗ്രഹങ്ങൾ ഡോഗ് പ്ലാനറ്റിന്റെ പേര് ടീച്ചർ പറഞ്ഞു തരാം. ആ 6 ആ ബോക്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എവിടാണ് അത് നിങ്ങൾ വരയ്ക്കണം. ഫസ്റ്റ് വൺ, ഹൗമിയ. ഹൗമിയ എന്ന് പറയുന്ന ആ ഒരു കുളം ഗ്രഹം, ആ ഡോഗ് പ്ലാനറ്റ്സ് നമ്മുടെ ബോക്സിൽ എവിടാ കിടക്കുന്നതിന് നിങ്ങൾ കണ്ടുപിടിച്ച് വരയ്ക്കണം. അത് നമ്മൾ നോക്കി നിങ്ങൾ കറക്റ്റ് ആ സ്പെല്ലിംഗ് നോക്കി വരച്ചിടുക. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ടീച്ചറിന് ചെയ്തിട്ട് അയച്ചു തരണം. ഫസ്റ്റ് ഹൗമിയ എന്ന് പറയുന്ന ആ ഡോഗ് പ്ലാനറ്റ് ആ ബോക്സിൽ എവിടാണോ കിടക്കുന്നത് അത് കണ്ടുപിടിച്ച് ഈ രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, രീതിയിലോ ചന്ദ്രനോ എങ്ങനെ വരച്ചാലും മതി. ഹൗമിയ എവിടെ കിടക്കുന്നത് കണ്ടെത്തി ഇങ്ങനെ ആ ലെറ്റേഴ്സ് മാത്രം കോളത്തിന്റെ അകത്താക്കണം. നെക്സ്റ്റ് വൺ, മേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്ലൂട്ടോയുടെ ഒരു നെയ്ബർഹുഡ് ആയിട്ടുള്ള കുളഗ്രഹമാണ്. അതിന്റെ പേര് ആ ബോക്സിൽ നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ് വൺ, എറിസ്. പിന്നെ എന്താണ്? ഓർക്കസ്, സെഡ്ന, ട്രൈറ്റൺ. ഇത്രയും 6 ഏതാ ഡോഗ് പ്ലാനറ്റിന്റെ പേര് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആ ബോക്സിൽ എവിടൊക്കെയാണ് കിടക്കുന്നത് ആ ലെറ്റർ നിങ്ങൾ കണ്ടാൽ ആ ലെറ്റർ കറക്റ്റ് ആയിട്ട് നോക്കി എവിടൊക്കെയാണോ കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ആ വേർഡ് മാത്രം ബോക്സിൻ്റെ അകത്താക്കുക. ഓക്കെ, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത ടീച്ചറിന് അയച്ചായിരുന്നു. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് മൂൺസ്. പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് മൂൺസ്. ഓക്കെ, അതിൽ there are 181 non natural moon orbiting planets in solar system. നമ്മുടെ സൗരയൂഥത്തിൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന എത്രയാണ്? 181 അല്ലേ? 181 പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹങ്ങളാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഉപഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ,
Out of these 173 moon revolve around the planet of our solar system. അപ്പോൾ ഇതിൽ തന്നെ 173 ഉപഗ്രഹങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയാണ് ചുറ്റുന്നത്. Okay, while 8 moon orbit the dwarf planets. ബാക്കി അതിനുള്ള 8 ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കുള്ളൻ ഗ്രഹങ്ങളെ ചുറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു there are 181 non-natural moons orbiting planets in the solar system. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിൽ അല്ലേ ഗ്രഹങ്ങളെ ചുറ്റുന്ന പ്രകൃതിദത്തമായിട്ടുള്ള 181 ഉപഗ്രഹങ്ങൾ 181 മൂൺസ് ആണുള്ളത്. അതിൽ തന്നെ 173 എന്ത് ചെയ്യുന്നു? നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയാണ് വലം വയ്ക്കുന്നത് അല്ലേ, ഗ്രഹങ്ങളെയാണ് ചുറ്റുന്നത്. ബാക്കിയുള്ള 8 ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുള്ളൻ ഗ്രഹങ്ങളെ ഡോർഫ് പ്ലാനറ്റിനെയാണ് വലം വയ്ക്കുന്നത്. അപ്പോൾ 181 നാച്ചുറൽ ഇതാണ് മൂൺസ് ആണുള്ളത്. അതിൽ തന്നെ 173 നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെയാണ് വലം വയ്ക്കുന്നത്. ബാലൻസ് വരുന്ന 8 മൂൺസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡോർഫ് പ്ലാനറ്റ്സിനെ റൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നമ്പർ ഓഫ് മൂൺസ് ഫോർ ഈച്ച് പ്ലാനറ്റ് ഇൻ ദ ഗിവൺ ടേബിൾ. നമ്മുടെ ടേബിളിൽ പ്ലാനറ്റിന്റെ പേര് തന്നിട്ടുണ്ട് അല്ലേ, ഗ്രഹങ്ങളുടെ പേരുണ്ട്. ആ ഓരോ ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങൾ മൂൺസ് ഉണ്ടെന്ന് നമ്മൾ എഴുതണം. ഫസ്റ്റ് മെർക്കുറി അല്ലേ, മെർക്കുറിക്ക് എത്ര ഉപഗ്രഹങ്ങളാ? 0. നെക്സ്റ്റ് വൺ വീനസ് ശുക്രനും 0 ആണ്. നെക്സ്റ്റ് വൺ എർത്ത്, ഭൂമിക്ക് 1 മൂൺസ് ആണുള്ളത്. നെക്സ്റ്റ് വൺ മാർസ്, ചൊവ്വയ്ക്ക് 2. ജൂപ്പിറ്റർ, വ്യാഴത്തിന് 67. നെക്സ്റ്റ് വൺ സാറ്റേൺ, ശനിക്ക് 62. യുറാനസിന് 27. അടുത്ത നമ്മുടെ നെപ്റ്റ്യൂണിന് 14. അപ്പം എന്തൊക്കെയാണ്? മെർക്കുറിക്ക് 0, വീനസിന് 0, എർത്ത് 1, മാർസ് 2, ജൂപ്പിറ്റർ 67, സാറ്റേൺ 62, യുറാനസ് 27, നമ്മുടെ നെപ്റ്റ്യൂൺ 14. ഓക്കെ, ക്ലിയർ ആയെന്ന് പറഞ്ഞു. ടോട്ടലി 181 മൂൺസ് ആണുള്ളത്. അതിൽ 173 നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്നു. ബാലൻസ് 8 എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡോർഫ് പ്ലാനറ്റിനെ വലം വയ്ക്കുന്നു. ഓക്കെ, അപ്പം ഓരോന്നിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, സെർച്ച് ദ നെയിം ഓഫ് ഫോളോയിങ് 10 മൂൺസ് ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് ഡോർഫ് പ്ലാനറ്റ്സ് ഓഫ് അവർ സോളാർ സിസ്റ്റം ഇൻ ദ ഫോളോയിങ് ലിസ്റ്റ്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്കൊരു ബോക്സിൽ കുറെ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തുണ്ട്? ഈ താഴെ പറയുന്ന 10 അല്ലേ ഉപഗ്രഹങ്ങളുടെയും കുള്ളൻ ഗ്രഹങ്ങളുടെയും പേര് തന്നിട്ടുണ്ട് ആ ബോക്സിൻ്റെ അകത്ത്. അപ്പൊ നമ്മൾ താഴെ കിടക്കുന്ന പേരിന്റെ ആ സ്പെല്ലിംഗ് നോക്കിയിട്ട് നമ്മുടെ ആ ബോക്സിൽ എവിടെയാണ് ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് വരുന്നത് അത് മാത്രം നമ്മൾ വരയ്ക്കുക. ഫസ്റ്റ് നോക്കിക്കേ, എൻസെലാഡസ്, ട്രൈറ്റൻ, യൂറോപ്പ, മിമാസ്, ഹോപ്സ്, ടൈറ്റൻ, കാപ്പോ, ഏരിയൽ, ഹൈഡ്ര എന്ന് പറഞ്ഞാൽ പ്ലൂട്ടോയുടെ ഡോർഫ് പ്ലാനറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. പ്ലൂട്ടോ എന്ന് പറയുന്ന കുള്ളൻ ഗ്രഹത്തിൻ്റെതാണ്. പിന്നെ നോക്കിക്കേ, ഡിസ്നോമിയ എന്ന് പറഞ്ഞാൽ ഒരു എർസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഡോർഫ് പ്ലാനറ്റിന്റെ ഒരു മൂണാണ് ഡിസ്നോമിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഇത്രയും ഈ ഗ്രഹങ്ങളുടെയും ഇല്ലേ ഉപഗ്രഹങ്ങളുടെ ഒക്കെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ എല്ലാ ഉപഗ്രഹങ്ങളുടെയും കുള്ളൻ ഗ്രഹങ്ങളുടെയും പേര് തന്നിരിക്കുന്നു. അത് ഈ ബോക്സിൻ്റെ അകത്ത് എവിടെയാണോ കിടക്കുന്നത് അത് കണ്ടുപിടിച്ച് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ടീച്ചറിന് അയച്ചു തരണം. നെക്സ്റ്റ് വൺ ഒരു ക്വിസ് ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ എഴുതുക. ഹൂ ജോയിൻ നീൽ ആംസ്ട്രോങ് ആൻഡ് ബസ് ആൽഡ്രിൻ ഓൺ ദ അപ്പോളോ 11 മിഷൻ. നമ്മുടെ അപ്പോളോ 11 മിഷനിലെ നീൽ ആംസ്ട്രോങ്ങിന്റെയും അതുപോലെ തന്നെ ബസ് ആൽഡ്രിന്റെയും കൂടെ ഒപ്പം ചേർന്നത് ആരാണ്? മൈക്കൽ കോളിൻസ്. ആരാണ് ഒപ്പം ചേർന്നത്? മൈക്കൽ കോളിൻസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ്. ഓക്കെ, അപ്പം ഹൂ ജോയിൻ നീൽ ആംസ്ട്രോങ് ആൻഡ് ബസ് ആൽഡ്രിൻ ഓൺ ദ അപ്പോളോ 11 മിഷൻ. നീൽ ആംസ്ട്രോങ്ങിന്റെ അപ്പോളോ 11 ദൗത്യത്തിൽ നമ്മുടെ നീൽ ആംസ്ട്രോങ്ങിന്റെയും ബസ് ആൽഡ്രിന്റെയും കൂടെ ഒപ്പം ചേർന്നത് ആരാണ്? മൈക്കൽ കോളിൻസ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കമൻസ് ഓഫൻ നോൺ? വാൽനക്ഷത്രങ്ങൾ എപ്പോഴും എന്താണ് അറിയപ്പെടുന്നത്? എങ്ങനെയായിരിക്കും? ഡയറ്റി സ്നോബോൾസ് എന്നായിരിക്കും വാൽനക്ഷത്രങ്ങൾ എപ്പോഴും അറിയപ്പെടുന്നത്. എന്താണ് ഡയറ്റി? ഡയറ്റി സ്നോബോൾസ്. സ്നോബോൾസ് എന്നായിരിക്കും വാൽനക്ഷത്രങ്ങൾ എപ്പോഴും കമൻസ് എപ്പോഴും അറിയപ്പെടുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ നെയിമിംഗ് കോൺസ്റ്റലേഷൻസ്? ഇല്ലേ, നക്ഷത്ര സമൂഹങ്ങൾക്ക് പേരിടാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ആർക്കായിരിക്കും? നിങ്ങൾ പറഞ്ഞ ആർക്കായിരിക്കും? ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആയിരിക്കും. ആർക്കാണ്? ആസ്ട്രോണമിക്കൽ യൂണിയൻ ആയിരിക്കും നക്ഷത്ര സമൂഹങ്ങൾക്ക് പേരിടാനുള്ള ഉത്തരവാദിത്തം. ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഓക്കെ, ആർക്കാണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് നമ്മുടെ കോൺസ്റ്റലേഷന് പേരിടാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ഉള്ളത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ഈസ് എർത്ത് റഫ്ലി? അപ്പൊ എന്താണ്, നമ്മുടെ ഭൂമിക്ക് ഏകദേശം എത്ര വയസ്സ് ഉണ്ടായിരിക്കും? എത്ര വയസ്സാണ്? 4.54 ബില്യൺ ഇയേഴ്സ് ആണുള്ളത്. 4. ഏകദേശം എത്ര വയസ്സെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം എത്ര വയസ്സാണ്? 4.54 ബില്യൺ ഇയേഴ്സ്. ഭൂമിയുടെ ഏകദേശം വയസ്സ്. വാട്ട് ഈസ് എർത്ത് റഫ്ലി? ഭൂമിക്ക് ഏകദേശം എത്ര വയസ്സുണ്ട്? എത്ര ഉണ്ട്? 4.54 ബില്യൺ ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സൺസ് കെമിക്കൽ കോമ്പോസിഷൻ. നമ്മുടെ സൂര്യന്റെ സണ്ണിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, ആ ഒരു രാസ ഘടന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എഴുതാം. എത്രയൊക്കെയാണ്? 71% ഓഫ് എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, 26.5% ഹീലിയം ആണ്. 2.5% എന്താണ്? അതർ എലമെന്റ്സ്. ഓക്കെ, നമ്മള് സൂര്യന്റെ സണ്ണിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, ആ ഒരു കെമിക്കൽ രാസഘടന എഴുതാൻ പറഞ്ഞാല് എന്താണ്? 71% ഹൈഡ്രജൻ ആയിരിക്കും സൂര്യനില്. 26.5% ഹീലിയം ആണ്. 2.5% എന്താ? അതർ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂ ഈസ് ഓറിയൻ ദ ഹണ്ടർ ഇൻ ദ കോൺസ്റ്റലേഷൻ? നക്ഷത്ര സമൂഹത്തിലെ ഓറിയൻ ദി ഹണ്ടർ എന്ന് പറഞ്ഞാല് എന്താ? എ ഹീറോ ഇൻ ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഓറിയൻ ദ ഹണ്ടർ എന്ന നക്ഷത്ര സമൂഹത്തിൽ പറഞ്ഞാൽ ആരാണ്? എ ഹീറോ ഇൻ ദ ഗ്രീക്ക് മിത്തോളജി. ഹീറോ ഇൻ ദ ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോയാണ് നമ്മൾ നക്ഷത്ര സമൂഹത്തിലെ ഓറിയൻ ദ ഹണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ കോമ ഓഫ് എ കോമറ്റ്? അതായത് ഒരു വാൽ നക്ഷത്രത്തിന്റെ കോമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ? എന്താണ് ആൻസർ? 7. എന്തായിരിക്കും ആൻസർ? ACLOUD, a cloud of gas surrounding the nucleus. അപ്പൊ നമ്മളൊരു വാൽ നക്ഷത്രത്തിലെ കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? A cloud of gas surrounding the nucleus. ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആ ഒരു എന്താണ്? മേഘങ്ങളെ പോലെ രൂപപ്പെടുന്ന ഗ്യാസിനെയാണ് നമ്മൾ കോമ എന്ന് പറയുന്നത്. വാൽ നക്ഷത്രത്തിന്റെ കോമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നെയിം ദ ലാർജസ്റ്റ് എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർ ദാറ്റ് ഇജക്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മാസ്. അതായത് ഒരു സ്റ്റാറിന്റെ അതിന്റെ പിണ്ഡത്തിൽ നിന്ന് ഭൂരിഭാഗവും പുറന്തള്ളപ്പെടുന്ന ആ ഒരു നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ സ്ഫോടനത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? ഇത് പറയാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്തോ ടീച്ചർ പറഞ്ഞത്? നെയിം ദ ലാർജസ്റ്റ് എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർ ദാറ്റ് ഇജക്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മാസ്. അപ്പൊ അതിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും പുറന്തള്ളപ്പെടുന്ന നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ സ്ഫോടനത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സൂപ്പർനോവ. എന്താണ് നമ്മൾ വിളിക്കുന്നത്? സൂപ്പർനോവ. ഓക്കെ, നെക്സ്റ്റ് വൺ, what do you call a spherical group of stars bound together by gravity? എന്താണ്? ഗുരുത്വാകർഷണത്താൽ ബന്ധിതമായ ഒരു ഗോളാകൃതിയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്തായിരിക്കും? ഗ്ലോബുലാർ ക്ലസ്റ്റർ. എന്താ വിളിക്കുന്നത്? ഗ്ലോബുലാർ ക്ലസ്റ്റർ. GLOB, ഗ്ലോബുലാർ ക്ലസ്റ്റർ.
ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞു? ഗുരുത്വാകർഷണത്താൽ ബന്ധിതമായ ഒരു ഗോളാകൃതിയിലുള്ള നക്ഷത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബുലാർ ക്ലസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ സ്കൈ. നമ്മുടെ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? സിറിയസ് ആണ്. എന്താണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ ദ സ്കൈ എന്ന് പറയുന്നത്? സിറിയസ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ഹു ജോയിൻ നീൽ ആംസ്ട്രോങ് ആൻഡ് ബസ് ആൽഡ്രിൻ ഓൺ ദ അപ്പോളോ 11 മിഷൻ. അപ്പോളോ 11 മിഷനിലെ നീൽ ആംസ്ട്രോങ്ങിന്റെയും ബസ് ആൽഡ്രിന്റെയും കൂടെ ഒപ്പം ചേർന്ന ആരായിരുന്നു? മൈക്കൽ കോളിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കമറ്റ്സ് ഓഫൻ നോൺ? നമ്മൾ വാൽനക്ഷത്രങ്ങളെ എപ്പോഴും എന്താണ് പറയുന്നത്? ഡയറ്ററി സ്നോബോൾ എന്നാണ് വിളിക്കുന്നത്. Which organization is responsible for naming constellation? നമ്മുടെ നക്ഷത്ര സമൂഹങ്ങൾക്ക് പേരിടാനുള്ള ഉത്തരവാദിത്തം ഏത് ഓർഗനൈസേഷൻ ആണുള്ളത്? ഏതായിരുന്നു? The International Astronomical Union. How old is Earth roughly? നമ്മുടെ എർത്തിന് ഏകദേശം എത്ര വയസ്സുണ്ട്? എത്ര ഉണ്ട്? 4.54 ബില്യൺ ഇയേഴ്സ്. Write the sun's chemical composition. സൂര്യന്റെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എഴുതാൻ പറഞ്ഞാൽ 71% of hydrogen, 26.5% of helium and 2.5% of other elements. Okay, next question. Who is Orion the Hunter in the constellation? നക്ഷത്ര സമൂഹങ്ങളിൽ നമ്മൾ ഓറിയൻ ദി ഹണ്ടർ എന്ന് ആരെയാ പറയുന്നത്? ആരെയാണ്? എ ഹീറോ ഇൻ ദ ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഹീറോയാണ് നമ്മൾ നക്ഷത്ര സമൂഹത്തിലെ ഓറിയൻ ദി ഹണ്ടർ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദ കോമ ഓഫ് എ കമറ്റ്? ഒരു വാൽനക്ഷത്രത്തിലെ കോമ എന്നാൽ എന്താണ്? എന്താ? എ ക്ലൗഡ് ഓഫ് ഗ്യാസ് സറൗണ്ടിങ് ദ ന്യൂക്ലിയസ്. അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ആ ഒരു ക്ലൗഡ് ഓഫ് ഗ്യാസിനെയാണ് നമ്മൾ കോമ എന്ന് പറയുന്നത്. നെയിം ദ ലാർജസ്റ്റ് എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർ ദാറ്റ് ഇജക്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് മാസ്. അതായത് എന്താണ്? ഒരു അതിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും പുറന്തള്ളുന്ന ആ ഒരു നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്ഫോടനത്തെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? സൂപ്പർനോവ എന്ന് പറയുന്നു. What do you call a spherical group of stars bound together by gravity? എന്താണ്? അതിന്റെ ഗുരുത്വാകർഷണത്തിൽ ബന്ധിതമായിട്ടുള്ള ഒരു ഗോളാകൃതിയുള്ള നക്ഷത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബുലാർ ക്ലസ്റ്റർ. Name the brightest star in the sky എന്ന് വെച്ചാൽ സൈറിയസ് ആണ് എന്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇത്രയും പഠിച്ചാൽ മതി. ഇതിന്റെ നോട്ട്സ് നിങ്ങൾ എഴുതണം, ടീച്ചറിന് സെൻഡ് ചെയ്യണം. റീഡ് ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച 2 സബ്ജക്റ്റും നല്ല രീതിയിൽ പഠിക്കുക. അതിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്യുക. വായിക്കുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ടീച്ചറിന് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മലയാളത്തിന്റെ പാഠത്തിന്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങളാണ്. പാഠം 9 സദൃത്യ സ്നേഹ എന്നുള്ള ഒരു പാഠം അല്ലെ, ഒരു കവിതയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. കൃഷ്ണന്റെയും കുചേലന്റെയും എന്താണ് സുഹൃത്ബന്ധം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു കവിതയായിരുന്നു. അപ്പൊ ഇനി അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 44 എടുക്കുക. നോക്കിയേ, ആദ്യം ടീച്ചർ അവിടെ പറയാൻ പോകുന്നത് പദപരിചയമാണ് കേട്ടോ. പദപരിചയം അവിടെ കുറേ അർത്ഥമുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് പഠിക്കാൻ കുറേ അർത്ഥം ഉണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറേ വാക്കുകളാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത് അത്രയും തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആഴിമകൾ. എന്താണ്? ലക്ഷ്മി ദേവി. എന്താണ് ആഴിമകൾ എന്ന് പറഞ്ഞ? എന്താണ്? ലക്ഷ്മി ദേവി. 7 ഉലകുവാഴി, 14 ലോകങ്ങളുടെയും അതിനായകൻ. അതായത് നമ്മളുടെ 14 ലോകങ്ങളുടെയും അതിനായകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നയിക്കുന്ന ഈശ്വരൻ അല്ലെ, അതിനായകൻ. പിന്നെ വയസ്യൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. വയസ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരൻ. തച്ചുടുക്കുക എന്ന് പറഞ്ഞാൽ താറുടുക്കുക അല്ലെ, മുണ്ട് അല്ലെ, മുണ്ട് വെച്ചിട്ട് തച്ചുടുക്കുക എന്ന് പറഞ്ഞാൽ താറുടുക്കുക. ഉത്തരീയം, രണ്ടാം മുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ്? ഒരു കേറിയ മുഷിഞ്ഞ ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു നേരിയത് എന്താണ് തോളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഉത്തരീയം എന്ന് പറഞ്ഞാൽ രണ്ടാം മുണ്ട്. പിന്നെ ഭദ്രമായ ഭസ്മം, മംഗളകരമായ ഭസ്മം, കുറിയിടാനായിട്ടുള്ള ഭസ്മം. പിന്നെ നമസ്കാര കിണമുദ്ര. നമസ്കാര കിണമുദ്ര എന്ന് പറഞ്ഞാൽ നിത്യവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് നെറ്റിയിൽ ഉണ്ടാകുന്ന തഴമ്പ് അല്ലെ. എന്നും ഭഗവാനെ എന്ത് ചെയ്യുന്നു? തല ഇങ്ങനെ നെറ്റ് കുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു തഴമ്പ്.
പറഞ്ഞാൽ ശബ്ദിക്കുന്നത്, ശബ്ദം അല്ലേ. പിന്നെ ചിദ്രുപത്തിങ്കൽ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അടുത്ത് അല്ലെ, ഭഗവാന്റെ അടുത്ത് എന്നുള്ളതാണ് ചിദ്രുപത്തിങ്കൽ എന്ന് പറയുന്നത്. അടുത്തത് തസ്യ ദൈന്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദീനത. പിന്നെ പള്ളി മഞ്ചം എന്ന് പറഞ്ഞാൽ രാജകീയമായ മഞ്ചം, രാജാക്കന്മാര് കൊട്ടാരത്തിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അതാണ് രാജകീയമായ മഞ്ചം. വെക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, വേഗത്തിൽ, വളരെ പെട്ടെന്ന്. ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു അല്ലെ, ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നിൽക്കും, അതാണ് ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്നത്, എഴുന്നേറ്റു. പിന്നെ പക്കം എന്ന് പറഞ്ഞാൽ സമീപം, അടുത്ത് അല്ലെങ്കിൽ അരികെ എന്നൊക്കെയുള്ള അർത്ഥം, പക്കം സമീപം. പരിചനം എന്ന് പറഞ്ഞാൽ പരിവാരം അല്ലെങ്കിൽ ഭൃത്യന്മാർ, അതായത് രാജാവിനെ സംരക്ഷിക്കാനായിട്ട് കൂടെയുള്ള ഭടന്മാർ, അതാണ് എന്ത് പരിവാരം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളഴിഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ്, മനസ്സ് അറിഞ്ഞല്ലെങ്കിൽ മനസ്സ് നിറയെ എന്നൊക്കെ പറയുന്ന പോലെ മനസ്സറിഞ്ഞ്. പാരാവാരകൽപ്പം എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനമായ, അതായത് എന്താണ് സമുദ്രം, കടൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എവിടെയാണ് അവസാനിക്കുന്നത് എവിടെയാണ് തുടങ്ങുന്നത് ഒന്നും അറിയത്തില്ല, അത്രയും വലുത്. അപ്പൊ അതാണ് സമുദ്ര സമാനമായ, അത്രയും വലിയ എന്നുള്ള അർത്ഥം. പിന്നെ ഭക്തപാരായണൻ എന്ന് പറഞ്ഞാൽ ഭക്തരിൽ അത്യധികമായ താല്പര്യമുള്ളവർ അല്ലെ, അതായത് ഭക്തരിൽ അല്ലെ, ഭഗവാനെ എന്താണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ നല്ല അംഗമൊഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തർ, അതായത് ഭക്തരിൽ അത്യധികമായ താല്പര്യമുണ്ട്. പാരാതെ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകാതെ, അതായത് ഒട്ടും താമസിക്കാതെ. ദീനദയാ പാരവശ്യം എന്ന് പറഞ്ഞാൽ ദീനന്മാരോടുള്ള ദയയുടെ പരവശ്യം, അതായത് പാവപ്പെട്ട ആളുകളിലേക്ക് നല്ല ശരിക്കും എന്താണ്, ശരിക്കും നല്ല സത്യസന്ധമായി പെരുമാറുന്ന നല്ല ആളുകളോടുള്ള ഒരു ദയ. പിന്നെ കൂറ്, അതിനു മുന്നേ ഉണ്മയോടെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടെ, എല്ലാം വളരെ ആത്മാർത്ഥമായി, കള്ളമൊന്നുമില്ലാതെ ആത്മാർത്ഥമായി ഉള്ളത്, ആത്മാർത്ഥതയോടെ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൂറെന്ന് പറഞ്ഞാൽ എന്താണ്, സ്നേഹം. പിന്നെ പള്ളിപ്പാണികൾ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കരങ്ങൾ, രാജാവിന്റെ കൈകൾ അല്ലെ. പിന്നെ പള്ളൊഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒട്ടും ദുരഭിമാനം കൂടാതെ, അതായത് താൻ വലിയ ആളാണ് അല്ലെങ്കിൽ രാജാവാണ് അല്ലേ, കൃഷ്ണൻ ആ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവാണ്, അപ്പൊ ആ ഒരു പദവിയുടെ ഒന്നും മഹത്വമൊന്നും ഇല്ലാതെ സാധാരണമായിട്ടുള്ള രീതിയിൽ അല്ലെ, ഒട്ടും ദുരഭിമാനം കൂടാതെ. പാത്രങ്ങളിൽ എടുത്തു. തീർത്ഥം പുണ്യജലം അല്ലെ. പിന്നെ തനിക്കും ആർക്കും, തനിക്കും മറ്റുള്ളവർക്കും, തനിക്കും അതുപോലെ മറ്റു കൂടെ നിന്ന ആളുകൾക്കും വേണ്ടി. അതാണ് അത്രയാണ് അവിടുത്തെ പദപരിചയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ആഴിമകൾ ലക്ഷ്മി ദേവി, 7 ലഘുവാണി എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളുടെയും അധിനായകൻ, വയസ്സേൻ കൂട്ടുകാരൻ, തറ്റൊടുക്കുക താറൊടുക്കുക, ഉത്തരീയം 2 മുണ്ട്, ഭദ്രമായ ഭസ്മം മംഗളകരമായ ഭസ്മം, നമസ്കാര കിണമുദ്ര നിത്യവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് നെറ്റിയിലുണ്ടാകുന്ന തഴമ്പ്, മുഖരം ശബ്ദിക്കുന്നത്, ചിത്രപത്തിങ്കൽ ഈശ്വരനിൽ, തസ്യദൈന്യം എന്താണ് അദ്ദേഹത്തിന്റെ ദീനത. പിന്നെ പള്ളിമഞ്ചം രാജകീയമായ മഞ്ചം, വെക്കം വേഗത്തിൽ, ഉദ്ധാനം ചെയ്തു എഴുന്നേറ്റു, പക്കം സമീപം, പരിചനം പരിവാരം, ഉള്ളഴിഞ്ഞ് മനസ്സറിഞ്ഞ്, പാരാവാരകൽപ്പം സമുദ്ര സമാനമായ, ഭക്തപാരായണൻ ഭക്തരിൽ അത്യധികമായ താല്പര്യമുള്ളവൻ, പാരാതെ വൈകാതെ, ദീനദയാ പാരവശ്യം ദീനന്മാരോടുള്ള ദയയുടെ പരവശത, ഉണ്മയോടെ ആത്മാർത്ഥതയോടെ, കൂറ് സ്നേഹം, പള്ളിപ്പാണികൾ രാജാവിന്റെ കരങ്ങൾ, പള്ളൊഴിഞ്ഞ് ഒട്ടും ദുരഭിമാനം കൂടാതെ, പാത്രങ്ങളിലേറ്റു പാത്രങ്ങളിൽ എടുത്തു, തീർത്ഥം പുണ്യജലം, തനിക്കുമാർക്കും തനിക്കും മറ്റുള്ളവർക്കും. അപ്പൊ അത് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് പാഠത്തിന്റെ പേരൊക്കെ എഴുതി അർത്ഥം അല്ലെങ്കിൽ പദപരിചയത്തിന്റെ ഹെഡിങ് ഒക്കെ എഴുതി ഇത് എഴുതുക. അടുത്തത് ഇനി പറയാനായിട്ടുള്ളത് വിപരീത പദമാണ്. വിപരീത പദം നോക്കിയേ, ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ അല്ലെ. താഴെ എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്? താഴെ എന്നുള്ളതിന്റെ മുകളിൽ അല്ലേ, അപ്പോ മീതെ. താഴെ എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്? മീതെ. പിന്നെ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സന്തോഷം, അതിന് വിഷമം അല്ലെങ്കിൽ എന്താണ്? സന്താപം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്താപം. അടുത്തത് ഗാഢം. ഗാഢം എന്ന് പറഞ്ഞാൽ ശിഥിലം. ഗാഢം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഥിലം. ധീരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ധൈര്യമുള്ള. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ പേടിയുള്ള അല്ലെങ്കിൽ ഭീരു അല്ലെ. ധീരൻ എന്ന് പറഞ്ഞാൽ ഭീരു. അപ്പോ താഴെ, മീതെ, സന്തോഷം, സന്താപം, ഗാഢം, ശിഥിലം, ധീരൻ, ഭീരു.
എഴുതിയല്ലോ എല്ലാവരും. ഇനി പറയാനുള്ളത് പര്യായ പദമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതാ ടെക്സ്റ്റിലും കണ്ടോ പര്യായം കണ്ടെത്തുക. ശ്രീകൃഷ്ണൻ എന്ന അർത്ഥത്തിൽ കണ്ടോ കവിതാ ഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ എന്നുള്ള വാക്കിന് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്കുകൾ നമ്മുടെ പാഠഭാഗത്തിലുള്ളത് ഏതൊക്കെയാണ്? ശൗരി, എന്താണ് ശൗരി, പിന്നെ ചെന്താമര കണ്ണൻ അല്ലെ, ചെന്താമര പോലുള്ള നല്ല കണ്ണോട് കൂടി ചെന്താമര കണ്ണൻ, മുകുന്ദൻ, പിന്നെ എന്താണ് നാരായണൻ. ഇത്രയും വാക്കുകളാണ് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ആ പാഠഭാഗത്തിൽ പ്രയോഗിച്ചിട്ടുള്ള മറ്റ് വാക്കുകൾ. ശ്രീകൃഷ്ണന്റെ അർത്ഥം വരുന്ന, കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്ന മറ്റ് വാക്കുകളാണ് ശൗരി, ചെന്താമര കണ്ണൻ, മുകുന്ദൻ, നാരായണൻ. എഴുതിയോ? ഇനി അടുത്തത് പറയാനുള്ളത് എന്താ നോക്കിയേ. ഇതിനെയുള്ളത് പിരിച്ചെഴുതുക അല്ലെ. പിരിച്ചെഴുതുക ഏതൊക്കെയാ നോക്കിയേ. ആദ്യം പറഞ്ഞിരിക്കുന്നത് 7 രണ്ടുലക്. 7 രണ്ടുലക് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ആദ്യം 7 രണ്ടുലക്. 7 രണ്ടുലക് എന്നുള്ളത് എങ്ങനെയാണ് പിരിച്ചെഴുതിയിരിക്കുന്നത്? 7 രണ്ട് അധികം ഉലക്. കണ്ടോ ഈ ഇന്ദു എന്നുള്ള ഈ ഒരെണ്ണത്തിൽ നമ്മൾ മാറ്റിയിട്ട് ഉണ്ട് എന്നുള്ളത് പൂവാക്കി. ഇന്ദു എന്ന് പറഞ്ഞു നോക്കിയിട്ട് എന്ന് പറയുന്നത് ഊവിന്റെ ശബ്ദം വരുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ 7 രണ്ട് അധികം ഉലക്. 7 രണ്ട് ഉലക് എന്നുള്ളതിനെ പിരിച്ചെഴുതിയത് 7 രണ്ട് അധികം ഉലക്. അടുത്തത് ചെന്നെതിരേറ്റു. ചെന്നെതിരേറ്റു, ചെന്നെതിരേറ്റു, കേട്ടോ നേ. ഇതിനെ നമ്മൾ മാറ്റി നേ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ നേ എന്നുള്ളതിന്റെ എ എന്നുള്ളതിന്റെ ശബ്ദം വരുന്നുണ്ട്. എ അല്ലേ. അപ്പൊ അതായത് ചെന്ന് അധികം ഈ എ, എതിരേറ്റു. ചെന്നെതിരേറ്റു എന്നുള്ളതിനെ എങ്ങനെ പിരിച്ചെഴുതി? ചെന്ന് അധികം എതിരേറ്റു. അടുത്തത് കഷ്ടമെത്രയും. കഷ്ടമെത്രയും എന്നുള്ളതിനകത്ത് ഈ മേ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് മാറ്റിയിട്ട് കഷ്ടം അധികം മേ എന്ന് നിങ്ങൾ പറഞ്ഞ മേ. എന്നിട്ട് എ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലേ, എ എന്നുള്ള ശബ്ദം ഉണ്ടല്ലേ. അപ്പൊ അവിടെ എത്രയും കണ്ടോ കഷ്ടം അധികം എത്രയും. അടുത്തത് ചിദ്രൂപം. ചിദ്രൂപം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ചിദ്രു ദ്രു ദ്രു എന്ന് പറയുമ്പോൾ ത് എന്നുള്ളതിന്റെ ഉണ്ടല്ലേ. അപ്പം ചിത്ത് അധികം രൂപം. ചിത്ത് അധികം രൂപമാണ് ചിദ്രൂപം. നമ്മൾ പറയാം ചിദ്രൂപം എന്ന് പറയുമ്പോൾ ത് എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. ചിത്ത് അധികം രൂപം, ചിദ്രൂപം. കണ്ടോ? പിന്നെ എഴുതിയെടുക്കണം, നോട്ട്ബുക്കിനകത്തോട് എഴുതിയെടുക്കണം കേട്ടോ. അടുത്തത് ഇനി പറയുന്നത് ഉത്തരം പറയുക. നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറഞ്ഞ കാര്യം ഉത്തരം പറയുക 3 എണ്ണം ഉണ്ട്. ശ്രീകൃഷ്ണൻ ആരെയാണ് കണ്ടത് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രീകൃഷ്ണൻ ആരെയാണ് കണ്ടത്. ആൻസർ ആണ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. ശ്രീകൃഷ്ണൻ തന്റെ സഹപാഠിയായ കുചേലനെയാണ് കണ്ടത് അല്ലേ. അദ്ദേഹം പള്ളിമഞ്ചത്തിൽ മുകളിൽ കൊട്ടാരത്തിന് മുകളിൽ പള്ളിമഞ്ചത്തിൽ ഇരുന്ന് ദൂരെ നടന്നുവെന്ന് തന്റെ സുഹൃത്തായിട്ടുള്ള തന്റെ സഹപാഠിയായിട്ടുള്ള കുചേലനെയാണ് ദൂരെ വെച്ച് കണ്ടത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ആരെയാണ് കണ്ടത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ശ്രീകൃഷ്ണൻ തന്റെ സഹപാഠിയായ കുചേലനെയാണ് കണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുചേലന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു അല്ലേ. തന്റെ സുഹൃത്തായിട്ടുള്ള കുചേലന്റെ രൂപം എങ്ങനെയുള്ളതായിട്ടാണ് പറഞ്ഞത്? വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കുചേല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കീറിയ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ. നോക്കിയേ, മുഷിഞ്ഞതും പഴകിയതുമായ തട്ടുടുത്ത് ഉത്തരീയവുമിട്ട് കക്ഷത്തിൽ അവൽ പൊതിയും തന്റെ മുഖ്യമായ പുസ്തകവും മടക്കി പിടിച്ച് ശരീരത്തിൽ ഭസ്മം പൂശി നമസ്കാര മുദ്രയുള്ള നെറ്റിയുമായി സദാ ഒച്ചയുണ്ടാക്കുന്ന ഓലക്കുടയും വേണ്ടി രുദ്രാക്ഷമാല കയ്യിലേന്തി നാമകീർത്തനവും ചെയ്ത് ഈശ്വര രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു കുചേലന്റെ രൂപം അല്ലെ. അതായത് മുഷിന്റെ കീറിയ എന്താണ് വസ്ത്രം ഉടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താണ് കക്ഷത്തിൽ ഒരു അവിൽപ്പൊതിയുണ്ട്. കയ്യിൽ തന്റെ കയ്യിൽ എപ്പോഴും വെച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഭസ്മം, ദേഹത്തൊക്കെ ഭസ്മം ഇട്ടിട്ടുണ്ട്. പിന്നെ സൂര്യ നമസ്കാരം ചെയ്ത് നെറ്റിയിൽ ഒരു എണ്ടുണ്ട്, ഒരു തഴമ്പ് പോലെയുണ്ട്. പിന്നെന്തുണ്ടായിരുന്നു? എപ്പോഴും നാമജപം അല്ലെ. കയ്യിൽ ഒരു രുദ്രാക്ഷമാലുണ്ട്, അതിലും പിടിച്ചിങ്ങനെ എപ്പോഴും നാമം, ഈശ്വരനെ പറ്റിയൊരു നാമം മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്തരൂപമായിരുന്നു ആരുടെ? നമ്മുടെ കുചേലന്റെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശൗരി കണ്ണുനീരണിയാൻ കാരണമെന്നല്ലേ. ശൗരി എന്ന് പറഞ്ഞ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണ് നിറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കുചേലനെ കണ്ട സന്തോഷം കൊണ്ടോ അദ്ദേഹം
അദ്ദേഹത്തിന്റെ ദൈന്യത കണ്ടോ ദുഃഖം കൊണ്ടോ ആയിരിക്കും ശൗരി കണ്ണുനീരിടുന്നത്. അല്ലെ, ഒന്നുകിൽ തന്റെ സുഹൃത്തിനെ കുറെ നാൾ കൂടി കണ്ട സന്തോഷം, അല്ലെങ്കിൽ ആ വന്ന സുഹൃത്തിന്റെ ആ ദയനീയമായിട്ടുള്ള രൂപം കണ്ടിട്ട് അദ്ദേഹത്തിന് സങ്കടം തോന്നി. ഈ രണ്ട് കാരണങ്ങൾ എന്തോ ഒന്നുകൊണ്ടാണ് നമ്മുടെ ഭഗവാന്റെ ശൗരി ശ്രീകൃഷ്ണനെ കണ്ടു നിറയാനായിട്ടുള്ള കാരണം. മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു. ശ്രീകൃഷ്ണൻ ആരെയാണ് കണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രീകൃഷ്ണൻ തന്റെ സഹപാഠിയായ കുചേലനെയാണ് കണ്ടത്. സെക്കൻഡ്, കുചേലന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു? മുഷിഞ്ഞത് പഴകിയതുമായ തച്ചെടുത്ത് ഉത്തരീയവും ഇട്ട് കക്ഷത്തിൽ അവൽ പൊതിയും തന്റെ മുഖ്യമായ പുസ്തകവും അടക്കി പിടിച്ച് ശരീരത്തിൽ ഭസ്മഭൂഷി നമസ്കാര മുദ്രയുള്ള നെറ്റിയുമായി സദാ ഒച്ചയുണ്ടാക്കുന്ന ഓലക്കുടയേന്തി രുദ്രാക്ഷമാല കയ്യിലേന്തി നാമകീർത്തനവും ചെയ്ത് ഈശ്വര രൂപം ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊണ്ടുള്ളതായിരുന്നു കുചേലന്റെ രൂപം. മൂന്നാമത്തത്, ശൗരി കണ്ണുനീരണിയാൻ കാരണമില്ല. കുചേലനെ കണ്ട സന്തോഷം കൊണ്ടോ അദ്ദേഹത്തിന്റെ ദൈന്യത കണ്ട ദുഃഖം കൊണ്ടോ ആയിരിക്കും ശൗരി കണ്ണുനീരണിഞ്ഞത്. അടുത്തത്, കുറിപ്പെഴുതുക. കണ്ടോ, ഒന്നാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി. ശ്രീകൃഷ്ണൻ കണ്ട കുചേലന്റെ ദരിദ്ര രൂപം എന്തായിരുന്നു? അപ്പോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ ഇപ്പോ നിങ്ങൾക്ക് കാണിച്ച് നമ്മളവിടെ കുചേലന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചല്ലോ അല്ലെ. കുചേലന്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു നമ്മൾ പഠിച്ചു. മുഷിഞ്ഞത് പഴകിയതുമായ തട്ടുടുത്ത് ഉത്തരവും ഇട്ടെന്ന് പറഞ്ഞ് നമ്മൾ ആ ഉത്തരം പറയുക എന്നുള്ളതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ആ ക്വസ്റ്റ്യന് സെയിം ആൻസർ തന്നെയാണ് നിങ്ങളത് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കുറിപ്പ് എഴുതുക എന്നുള്ളതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക, ശ്രീകൃഷ്ണൻ കണ്ട കുചേലന്റെ ദരിദ്ര രൂപം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഉത്തരം പറയുക എന്നുള്ളതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്യുക, അവിടെ ആൻസർ ആയിട്ട് അങ്ങ് എഴുതിയേക്കുക. അതായത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ ഉത്തരം പറയുക എന്നുള്ളതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സെയിം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ കുറിപ്പ് എഴുതുക എന്നുള്ളതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രീകൃഷ്ണൻ കണ്ട കുചേലന്റെ ദരിദ്ര രൂപം, അത് രണ്ടും ഒരു ആൻസർ അങ്ങ് പഠിക്കാം. അത് തന്നെ ഇവിടെ അങ്ങ് എഴുതിയേക്കുക കണ്ട് കേട്ടോ. അടുത്തത് രണ്ടാമത്തത്, കൃഷ്ണൻ കുചേലനെ സ്വീകരിച്ചത് എങ്ങനെ അല്ലെ. ശ്രീകൃഷ്ണൻ തന്റെ സഹപാഠിയായിട്ടുള്ള കുചേലനെ എങ്ങനെയൊക്കെയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, കുചേലന്റെ രൂപം കണ്ടപ്പോൾ കൃഷ്ണന് ദുഃഖമാണ് ഉണ്ടായത് അല്ലെ. കുചേലന്റെ ആ ദരിദ്രമായിട്ടുള്ള ആ ഒരു രൂപം കണ്ടപ്പോൾ നമ്മുടെ ഭഗവാന് ഒരുപാട് വിഷമം തോന്നി. എങ്കിലും തന്റെ സഹപാഠിയെ കണ്ട സന്തോഷത്തിൽ ഉടനെ പള്ളിമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് പരിചാരകരോട് കൂടി താഴേക്ക് ചെന്നു അല്ലെ. അപ്പോൾ തന്റെ സുഹൃത്തിനെ കണ്ട ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായത് ആ വരുന്നത് തന്റെ സുഹൃത്താണെന്നുള്ളത് അല്ലെ. ദൂരേനെ വെച്ച് കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ട് കൊട്ടാരത്തിലെ പള്ളിമഞ്ചത്ത് മുകളിലെത്തി അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ പരിചാരകരോടൊപ്പം തന്നെ ഓടി എത്തിയിട്ടു താഴത്തോട്ട് തന്റെ കൂട്ടുകാരനെ എതിരേൽക്കാൻ വേണ്ടി ഓടി വന്നു. സമുദ്ര തുല്യമായ പരിവാരത്തോടു കൂടി എഴുന്നള്ളിയ കൃഷ്ണൻ ഉടനെ കുചേലനരികിലെത്തി എതിരേറ്റു അല്ലെ. കുചേലൻ അടുത്തെത്തിയിട്ട് എന്ത് ചെയ്തു, ആ തന്റെ കൂട്ടുകാരനെ എതിരേറ്റു. കുജമാറത്തെ വിയർപ്പ് മാറ്റം വകവെക്കാതെ അദ്ദേഹം കുചേലനെ ഗാഢ പുണർന്നു അല്ലെ. അതായത് ദൂരെ അത്രയും വെയിലത്ത് നിന്ന് നടന്നു വരുന്നതായിരുന്നു കുചേലൻ. അപ്പം അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം മൊത്തത്തിൽ എന്താണ് വിയർത്തിരിക്കുകയാണ് അല്ലെ. അതൊന്നും നോക്കാതെ നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, ആ കുചേലനെ ഗാഢം പുണർന്നു, കെട്ടിപ്പിടിച്ചു. ഏറെ ഇഷ്ടത്തോടെ കുചേലന്റെ കൈ പിടിച്ച് മെത്തയിലെത്തി അല്ലെ. ഒരുപാട് ഇഷ്ടം കൊണ്ട് കുചേലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്ത് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ മെത്തയിൽ ഇരുത്തി. ലക്ഷ്മി ദേവി വെള്ളം പകരവേ കൃഷ്ണൻ തന്റെ തൃക്കൈകൾ കൊണ്ട് കുചേലന്റെ പാദങ്ങൾ കഴുകിക്കുകയും ആ തീർത്ഥം തന്നിലും മറ്റുള്ളവരിലും തളിക്കുകയും ചെയ്തു അല്ലെ. അപ്പോ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു, വെള്ളം കൊണ്ടുവന്നു. അപ്പൊ കുചേലന്റെ കാലിന്റെ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു, ആ കാലുകളൊക്കെ കഴുകിയിട്ട് ആ പുണ്യമായിട്ടുള്ള ആ വെള്ളം എന്ത് ചെയ്തു, തനിക്കും തന്റെ കൂടുതലുള്ള പരിചാരകർക്കും കൊട്ടാരത്തിലെ പരിചാരകർക്കൊക്കെ എന്ത് ചെയ്തു, പുണ്യവെള്ളം പോലെ തളിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കൃഷ്ണൻ എന്ത് ചെയ്തത്, കുചേലനെ സ്വീകരിച്ചത് അല്ലയോ. അപ്പം എങ്ങനെയാണ് കൃഷ്ണൻ കുചേലനെ സ്വീകരിച്ചത് എങ്ങനെയെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്, കുചേലന്റെ രൂപം കണ്ടപ്പോൾ കൃഷ്ണന് ദുഃഖമുണ്ടായി അല്ലെ, ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും തന്റെ സഹപാഠിയായി കണ്ട സന്തോഷത്തിൽ ഉടനെ പള്ളിമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് പരിചാരകരോട് കൂടി താഴേക്കും ചെന്നു. സമുദ്രതുല്യമായ പരിവാരത്തോടു കൂടി എഴുതിയള്ളിയ കൃഷ്ണൻ ഉടനെ കുചേലനരികിലെത്തി എതിരേറ്റു. കുചേലന്റെ മാറത്തെ വിയർപ്പ് നാറ്റം വകവയ്ക്കാതെ അദ്ദേഹം കുചേലനെ ഗാഢം പുണർന്നു. ഏറെ ഇഷ്ടത്തോടെ കുചേലന്റെ കൈപ്പിടിച്ച് മെത്തയിലിരുത്തി. ലക്ഷ്മി ദേവി വെള്ളം പകരവേ കൃഷ്ണൻ തന്റെ തൃക്കൈകൾ കൊണ്ട് കുചേലന്റെ പാദങ്ങൾ കഴുകിക്കുകയും ആ തീർത്ഥം തന്നിലും മറ്റുള്ളവരിലും തളിക്കുകയും ചെയ്യും. അത്രയും പുണ്യമായിട്ടുള്ളൊരു വെള്ളമായിട്ടാണ് തന്റെ സഹപാഠിയെ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ആ കാല് കഴുകിയ വെള്ളം ശ്രീകൃഷ്ണൻ
എടുത്തത് അല്ലേ. അപ്പോൾ അത്രയ്ക്കും ആത്മബന്ധം, അത്രയ്ക്കും ഉള്ളൊരു ആത്മബന്ധമാണ് ആ സുഹൃത്ത് ബന്ധം എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ പാഠത്തിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തന്ന ടീച്ചർ കാണിച്ച് ബോർഡിൽ എഴുതിയിട്ട് പേജ് എഴുതുകയും ബാക്കി കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. പിന്നെ സംശയം തോന്നിക്കരുത്, എന്താണെന്ന് വെച്ചാൽ ഉത്തരം പറയുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അതേ ഉത്തരം തന്നെയാണ് കുറിപ്പ് എഴുതുക എന്നുള്ളതിനകത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കേട്ടോ? വീഡിയോ ശരിക്കും കാണണം. വീഡിയോ ശരിക്കും കണ്ടില്ലെങ്കിൽ പിന്നെ എഴുതിയ നോട്ട് എന്ന് ചോദിക്കരുത്, വീഡിയോ ശരിക്കും കാണണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ പാഠത്തിലെ പ്രവർത്തനങ്ങൾ. പിന്നെ ടീച്ചർ തന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ടീച്ചർ തന്ന കാര്യങ്ങൾ പഠിച്ച് ഈ പാഠത്തിലെ ആദ്യത്തെ 8 വരി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. കേട്ടോ? 8 അല്ല 10 വരി. 10 വരി ആദ്യത്തെ 10 വരി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും ചോദിക്കാം. അപ്പോൾ എന്തായാലും ടീച്ചർ നിങ്ങൾക്കത് പറഞ്ഞു തരാം. എന്തായാലും ഇപ്പം നിങ്ങൾ ആദ്യത്തെ 10 വരി എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.